എങ്ങനെയുണ്ട് ഫീല്? ഗുഡ് മോർണിംഗ്. യെസ് സൂപ്പർ. ഗുഡ് മോർണിംഗ് എഴുവൻ. അപ്പൊ നമുക്ക് ഇന്നൊരു അടിപൊളി സെഷനിലോട്ട് പോവാം. മോർണിംഗ് മാം. ഇനി കൂടുതൽ പരിചയപ്പെടുത്തണ്ടല്ലോ. ഞാൻ കുറെ ആയില്ലേ നമ്മൾ വന്നിട്ട്. ഇപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഹീൽ യുവർ മൈൻഡ് എന്നിട്ടൊരു സെഷനാണ്. എന്റെ വോയിസ് ഓഡിയബിൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, സെഷന് റെഡി ആണെങ്കിൽ എല്ലാരും ഒന്ന് ടൈപ്പ് ചെയ്യാട്ടോ. എല്ലാരും ഇവിടെ ഉണ്ടോ എന്ന് അറിയാനാണ്. കുറച്ച് പേരുള്ളൂ വീഡിയോയിൽ വരാന്ന് എനിക്ക് അറിയാം, കാരണം രാവിലത്തെ ബിസി കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. വീഡിയോയിൽ വന്ന അഫ്സൽ സാറ്, പിന്നെ രതി, താങ്ക് യു ഡിയേഴ്സ്. ഇനിയും വരാട്ടോ, ഒരു 10-20 പേർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാം. പ്രത്യേകിച്ച് ബിസി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കണ്ട് സംസാരിക്കാം, കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാം. മായ മാംസ്, താങ്ക് യു. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനം, സന്തോഷമൊക്കെയാണ് അല്ലേ? ഇന്ന് മോർണിംഗിൽ എത്ര പേര് രാവിലെ എണീറ്റപ്പോ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയതിനും, അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിൽ കൂടെ ആയുസ് നീട്ടി കിട്ടിയതിനൊക്കെ ആത്മാർത്ഥമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു ആരൊക്കെ ഉണ്ട്? ഒന്ന് എസ് അടിച്ചേ, ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നേ. യെസ് വിനീത്, താങ്ക് യു. യെസ് EFT വന്ന ദിവസം അങ്ങനെ പറഞ്ഞു എണീക്കാറുള്ളൂ. യെസ് യെസ്, അതൊരു ഹാബിറ്റ് ആയി അല്ലേ? വെരി ഗുഡ്. കുറേ പേരുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ഈ 45-ൽ ഏകദേശം ഈ സെഷൻ എപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അത് പറഞ്ഞ് ശീലിച്ചവരെ അത് മറക്കില്ല അല്ലെ? ശീലമായി കഴിഞ്ഞാൽ നമ്മളത് മറക്കില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോണ്ടിരിക്കും അല്ലെ? അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഒരു കുറേ സ്ട്രെസ് നമുക്ക് ഉണ്ടാവും, ഒരുപാട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സ്ട്രെസ്. നമ്മളിപ്പോ രാവിലെ എണീറ്റു, ഇന്നിപ്പോ ഇതുവരെ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷെ ഇനി എന്തൊക്കെ ഉണ്ടാവാന്ന് നമുക്ക് പോലും ഒരു ഐഡിയ ഇല്ല അല്ലെ? ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ജോലിക്ക് പോവാണെങ്കിൽ അവിടെ, അതല്ലെങ്കിൽ ബസ്സില്, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫില് മറ്റുള്ളവരായിട്ട്, ജോയിന്റ് ഫാമിലി ഒക്കെ ആകുമ്പോൾ കുറെ പേരുണ്ടാവില്ല, അവരായിട്ട് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ്, ഇങ്ങനെ പല ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ട്രെസ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? റെയർ ആയിട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലേ, പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരു ദിവസങ്ങളില് അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പോകും അല്ലെ? പക്ഷേ ജോലി ചെയ്യുന്ന ഒരാള്, അതല്ലെങ്കിൽ പുറത്തുള്ള ഒരാള്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ കുറെ പേരുള്ള ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും അവരുടെ ലൈഫില്, പാരന്റിങ്ങില്, റിലേഷൻഷിപ്പില് ഒക്കെ സ്ട്രെസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇപ്പൊ പറഞ്ഞ ഒരു മെത്തേഡ് നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യാന്ന് ആണ് നമ്മൾ കൂടുതലായിട്ട് പറയണത്. അപ്പൊ ഇതിലിപ്പോ പറഞ്ഞ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ലേ, അത് നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പവർഫുൾ ടൂളാണ്, ഏറ്റവും ബെസ്റ്റ് ടൂളാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഇന്നലെ വരെ നടന്നത് എന്തോ ഇന്ന് ഉറങ്ങി എണീറ്റു, നന്നായിട്ട് ഉറങ്ങാൻ പറ്റി, അൽഹംദുലില്ലാ, അല്ലെങ്കിൽ താങ്ക് ഗോഡ്. അതല്ലെങ്കിൽ ഇന്നൊക്കെ ആയുസ് കിട്ടി, ഇന്നലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്നത് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഇന്നതിൽ ഓക്കെ ആവാൻ പറ്റും, ഹീലാവാൻ പറ്റും, എനിക്ക് ആയുസ് ഉണ്ട്, അൽഹംദുലില്ലാ അല്ലേ? ദൈവത്തിന് നന്ദി, സ്തുതി. നിങ്ങൾ എന്താണോ നിങ്ങളുടെ നമുക്കൊരു അൾട്ടിമേറ്റ് പവറിലുള്ള വിശ്വാസം ഉണ്ടാവും അല്ലെ? ആ ഒരു ഇതില് നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക അല്ലെ? അപ്പൊ അതാണ് നിങ്ങളുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എന്തൊക്കെ ടൈപ്പ് സ്ട്രെസ് ആണ് വരാനുള്ളത്, എന്തൊക്കെ സ്ട്രെസ്സുകളാണ് ഉള്ളത്, അതുപോലെ തന്നെ ഇത് എന്താണ്, ഇതിനുള്ള കാരണങ്ങൾ എന്നൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ഇത് മാനേജ് ചെയ്യാന്ന് പഠിക്കാം അല്ലെ? എങ്ങനെ സ്ട്രെസ് വരണേ, എന്തൊക്കെ സ്ട്രെസ്സുകൾ ഉണ്ട്, ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്നൊക്കെ. നമ്മളൊക്കെ ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നല്ലേ, ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലേഡി KSRTC ഡ്രൈവറോട് ചൂടാവണതും, ആ ചില്ല് പിന്നെ ഹാമർ വെച്ചടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. നിങ്ങള് റീൽസ് ഒക്കെ കാണുന്നുണ്ടോ, അതോ ന്യൂസ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ് യെസ് യെസ്, ഓക്കെ.
അപ്പം അവരെന്താണ്, അവർക്ക് എവിടെയോ പെട്ടെന്ന് പോണം, അവിടെ ബസ് നിർത്തി കിട്ടണം. വാഷ്റൂം ആ, പോകണം എന്താ വാഷ്റൂം പോകണം എന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞിട്ട്. വാഷ്റൂം പോണെന്നാണ്, അതെന്തോ നമുക്ക് അറിയില്ല. എന്താണെങ്കിലും അവർക്ക് അവിടെ സ്ട്രെസ് ഉണ്ട് അല്ലെ, എന്തോ ഒരു സ്ട്രെസ് ഉണ്ട്, എന്താണ് നമുക്ക് അറിയില്ല കറക്റ്റ് എന്താന്ന് അവരങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതല്ലാന്ന് പലരും പറയുന്നുണ്ട്. കാരണം നമുക്ക് വാഷ്റൂമിൽ പോകണം എന്നുണ്ടെങ്കിലുള്ള ഒരു മൈൻഡിലല്ല അവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരാളുടെ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പം നമ്മൾ അതിലോട്ടല്ല പോണേ, അവർക്ക് എന്തോ സ്ട്രെസ് ഉണ്ട്, അവർക്ക് എന്തോ പെട്ടെന്ന് എത്തണം, മീറ്റിംഗ് അല്ലെങ്കിൽ ബാത്റൂം എമർജൻസി ഉണ്ട്, ആ സ്ട്രെസ് ആണ് ആൾ അവിടെ ഫുള്ള് കാണിച്ചത് അല്ലെ. പിന്നീടുള്ള ആളുടെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നീട് ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ പോലെ കൊടുക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറയണേ. ആ ഒരു വീഡിയോയില് ആള് ഭയങ്കര കൂളാണ് അല്ലെ. ഈ പെർഫോമൻസ് കാണിച്ച ലേഡിയാണ് ഇത് എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. ഭയങ്കര കൂളായി ഭയങ്കര പാവായിട്ടാണ് ആൾ അവിടെ സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താ, അവിടെ ആൾക്ക് സ്ട്രെസ് ഇല്ല. ഇതാണ് സ്ട്രെസ്ഫുൾ ലൈഫും അത് ഹീൽ മീൻസ് അപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഒരു ടൈമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലല്ല, നമ്മളെ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം. അപ്പൊ ഇന്നലെ കുറച്ച് മുമ്പ് എന്റെ ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു, കഴിഞ്ഞ മാർച്ചില് ആള് സ്കൂൾ ഫീ അടച്ചിട്ടില്ല. സ്കൂൾ ഫീ അടക്കാൻ വേണ്ടിയിട്ട് അത് ഗൂഗിൾ പേ ചെയ്ത്, സ്കൂളിലെ അക്കൗണ്ടിലോട്ട് ഗൂഗിൾ പേ ചെയ്ത്, പക്ഷെ അത് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ഷൻ ആവും ചെയ്തു, ഒരു 10-12,000 രൂപയുണ്ട്. പക്ഷെ അവിടെ എത്തിയിട്ടുമില്ല. എന്തോ ഫോണിലുള്ള എന്തോ ജിപേയിലുള്ള പ്രശ്നമാണ്. പക്ഷേ ആ ടൈമിൽ തന്നെ മോൻ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മോൻ വന്നിട്ട് ഫോൺ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോൺ കളിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് ആളോട്. ആളെന്ത് ചെയ്ത്, കയ്യിൽ എന്തോ കിട്ടി അത് വെച്ച് അടിച്ച്, നല്ല ഷൗട്ട് ചെയ്യുകയും ചെയ്ത്, നല്ല അടിയും കൊടുത്ത് കൈ. അപ്പൊ ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ എന്നോട് പറഞ്ഞത്, സങ്കടപ്പെട്ട് പറഞ്ഞത്, സത്യം പറഞ്ഞാൽ ഈ ക്യാഷ് ഇവിടെ ഞാൻ അയച്ചപ്പോഴുള്ള എന്തോ മിസ്റ്റേക്ക് ആണോ, എന്റെ മിസ്റ്റേക്ക് ആണോ എന്താന്ന് അറിയാത്തുള്ള ഒരു ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇവൻ ഫോൺ കളിക്കാൻ ചോദിക്കുന്നത്. ആ സ്ട്രെസ് കൊണ്ടാണ് കുട്ടീനെ അടിച്ചേ. കുട്ടിയോട് യാതൊരു വിരോധവും ഇല്ല, കുട്ടി ഫോൺ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും ഇടയ്ക്കൊക്കെ അല്ലെ. പക്ഷെ ഇവിടെ സിറ്റുവേഷൻ എന്താണ്, സിറ്റുവേഷൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്, ടെൻഷനാണ്. അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിരിക്കണു, അവിടെ വേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല, ലാസ്റ്റ് ടൈം ആണ് അല്ലെ, മാർച്ചൊക്കെ. അപ്പൊ ഇതേ സിറ്റുവേഷൻ ഞാൻ അപ്പൊ അവളോട് പറഞ്ഞു, നിനക്ക് എന്താണ് സെൽഫ് അവയർനെസ് ഉണ്ട്. കാരണം കുട്ടി സംഭവം അവിടെ കുട്ടിയാണ് ബലിയാടായതെങ്കിലും കുട്ടിക്കല്ല പ്രശ്നം, ആർക്കാ അവിടെ പ്രശ്നം? ഈ ഈ പറഞ്ഞ ആൾക്കാണ് പ്രോബ്ലം എന്ന് മനസ്സിലായി അല്ലെ. നമ്മള് അനുഭവിച്ച സ്ട്രെസ് ആണ് നമ്മൾ ആ കുട്ടിയോട് കാണിച്ചത്. അപ്പൊ നമ്മള് ആദ്യം പഠിക്കുന്നത് എന്തൊക്കെ സ്ട്രെസ് ആണ് ഇവിടെ ഉള്ളത്, ഈ നമ്മുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ എന്തൊക്കെ സ്ട്രെസ് ആണ് വരുന്നത് എന്നെ കാണണ്ടല്ലോ അല്ലെ. കാണുന്നുണ്ടോ? അപ്പോ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. എന്തൊക്കെ ടൈപ്പാണ് സ്ട്രെസ്, അതിനുള്ള കാരണങ്ങളൊക്കെയാണ് കൂടുതലായിട്ട്. അത് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പം നമ്മുടെ സിറ്റുവേഷൻ ചലഞ്ചിങ് ആണ്, അല്ലെങ്കിൽ നമുക്കത് ഇമോഷണലി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമ്പോൾ നമ്മുടെ ബോഡി മൈൻഡും കൂടെ അലേർട്ട് മോഡിലേക്ക് വരുന്നതാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി മൈൻഡും കൂടെ പ്രതികരിക്കും. അവിടെ മൈൻഡാണ് ഓക്കെ അല്ലാതിരിക്കുക, പക്ഷെ ബോഡി പ്രതികരിക്കും അല്ലെ. ചില സ്ട്രെസ്സുകൾ നല്ലതുണ്ട്. നല്ല സ്ട്രെസ് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. നല്ല സ്ട്രെസ്, എല്ലാ സ്ട്രെസ്സൊന്നും കൊള്ളൂലാത്ത, അതായത് വേണ്ടാത്ത ചീത്ത സ്ട്രെസ് അല്ല, നല്ല സ്ട്രെസ്സും ഉണ്ട്. ഞാൻ പറയാം. അതായത് ഒരു എക്സാം, എങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴേ അത് ഞാൻ പഠിച്ചില്ലല്ലോ എന്നൊരു തോന്നല് വളരെ നല്ലതായിട്ട് തോന്നാറുണ്ട്. വെരി ഗുഡ്. ആരാ പറഞ്ഞേ? നമുക്ക് സന്തോഷം വരുമ്പോ തോന്നുന്ന സ്ട്രെസ്, അതായത് ഉദാഹരണത്തിന് ഇപ്പൊ മക്കളുടെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വലിയൊരു ഫംഗ്ഷൻ നമ്മൾ നല്ല രീതിയിൽ ഹാപ്പി അല്ലേ? അല്ല, അങ്ങനെ നേരത്തെ പറഞ്ഞ ആള് പേരെന്താണ്? സ്ട്രെസ്. ഒരു മിനിറ്റ്, നേരത്തെ എക്സാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. എക്സാമിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു സ്ട്രെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് കുറെയൊക്കെ നല്ലതായിട്ട് തോന്നുന്നു. അത് സ്ട്രെസ്സിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. എന്താന്ന് വെച്ചാൽ എക്സാം, ഇന്റർവ്യൂ, ഒരു ജോലിക്ക് വേണ്ട ഇന്റർവ്യൂ, അതല്ലെങ്കിൽ ഒരു
പ്രസന്റേഷൻ, നമ്മളൊരു ടോപ്പിക് പ്രസന്റ് ചെയ്യാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു സെഷനിൽ നമ്മൾ വീട്ടിലിരുന്നാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുമ്പൊക്കെ തുടക്കത്തിൽ എനിക്ക് ഇതിനും സ്ട്രെസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചും എന്താ പറയാ പ്രിപ്പയർഡ് അല്ലെങ്കിലൊക്കെ സ്ട്രെസ് വരും. അതല്ല, ഒരു ഇവന്റിലാണ് സംസാരിക്കുന്നത്, ഒരു ലൈവായിട്ട് നമ്മൾ ഒരു സെമിനാർ ഹാളിലൊക്കെയാണ് സംസാരിക്കുന്നത്, ഒരുപാട് ആളുടെ മുമ്പിലാണ് സംസാരിക്കണമെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാവും. എക്സാമിന് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ. ഇതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ, ഒരു ജോലി സ്ഥലത്തേക്കുള്ള ഇന്റർവ്യൂവിനാണെങ്കിൽ അതിനും സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ ഈ സ്ട്രെസ് എന്താണ്? നല്ലതാണ്. കാരണം എക്സാമിന് സ്ട്രെസ് ഉള്ള ഒരു കുട്ടി എന്ത് ചെയ്യും? പഠിക്കും. ഓവർ ആവാൻ പറ്റില്ല കേട്ടോ. ഓവർ അയ്യോ ഞാൻ തോറ്റു പോകുമോ, എനിക്ക് പഠിച്ചൊന്നും ഓർമ്മ കിട്ടില്ലേ, ഞാൻ പഠിച്ചൊന്നും വരില്ലേ, ഇങ്ങനെയുള്ള ഓവർ ആവുമ്പോഴാണ് എല്ലാ സ്ട്രെസ്സും പ്രോബ്ലം ആണ്. കുറച്ച് എന്താ പറയാ ചെറിയ രീതിയിലൊക്കെ നാവാം. അപ്പൊ ഈ എക്സാമിനോ ഇന്റർവ്യൂവിനോ ഒക്കെ സ്ട്രെസ് ഉള്ള ആൾ എന്ത് ചെയ്യും? നന്നായിട്ട് പ്രിപ്പയർ ആവും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സ്ട്രെസ് ഇല്ലാതിരിക്കാൻ എന്താ, നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് വന്നാൽ എനിക്ക് എന്തില്ല, സ്ട്രെസ് ഉണ്ടാവില്ല. ഇനി ഒരു ഇത്തിരി സ്ട്രെസ്, എനിക്ക് വൈഫൈ കട്ടാവോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമോ, കറണ്ട് പോവോ, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ ഉണ്ടാവാമെങ്കിലും നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത ചില സ്ട്രെസ്സുകളും ഉണ്ട്. ചിലത് ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ ഉണ്ട്. അത് ഏതൊക്കെയാ നോക്കാട്ടാ. അതായത് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയും. അതായത് തൽക്കാലം മാത്രം വരുന്നത്. ഇപ്പൊ ചെറിയത് എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ ആരെങ്കിലൊക്കെ ആർഗ്യുമെന്റ്, തർക്കങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് ടെൻഷൻ. ഇപ്പം മഴ പെയ്യുമ്പോ എന്താ പറയാ ഇടിമിന്നല്, വാർത്തകളിൽ പലതും വരുന്നുണ്ട് അല്ലെ. അങ്ങനെ ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്, ട്രെയിനിലാണ് പോണേന്ന് നോക്കുക, അല്ലെങ്കിൽ ദൂരയാത്ര ഒരു ട്രെയിനിലാണ്, ട്രെയിൻ മിസ് ആവോ, ട്രെയിൻ ലേറ്റ് ആവോ, ട്രെയിൻ ചിലപ്പോ ക്യാൻസൽ ചെയ്യോ, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ടെൻഷൻസ് നമുക്ക് സ്വാഭാവികമാണ് അല്ലെ. ഇപ്പൊ ബസ്സിലാണെങ്കിലും, ബസ്സിൽ കയറുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. എന്തെങ്കിലും സ്പീഡിൽ പോകുമ്പോ, ഞാൻ ഇന്നാളെ ഇപ്പൊ അടുത്ത്, എന്റെ വീട് പാലക്കാടാണ്, അപ്പൊ അവിടുന്ന് KSRTC വരുമ്പോ ഒരു കുറച്ച് ഏജ് അയാള് നല്ല സ്പീഡിൽ പോണാകുമ്പോ ഡ്രൈവറോട് ദേഷ്യപ്പെടുന്നുണ്ടോ, എന്താണ് ഒന്ന് പതുക്കെ പോ, എന്തിനാണ് ഇത്ര സ്പീഡിൽ പോണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ആൾക്ക് പേടിയാണ്, സ്പീഡ് പേടിയുള്ളവരുണ്ടാവും അല്ലെ. നമ്മളൊക്കെ സ്പീഡിൽ പോകുമ്പോ സ്പീഡിൽ പോയാൽ വേഗം എത്തുമല്ലോ എന്നുള്ളൊരു തോട്ടിലായിരിക്കും. പലരും പല മൈൻഡ് ഉള്ളവരായിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ പലർക്കും പല ടെൻഷൻ ഉണ്ടാവും. അതെന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ട്രെയിൻ കയറി ട്രെയിനിൽ ഇരുന്നെങ്കിൽ ആ ട്രെയിൻ ക്യാൻസൽ ആവോ, ട്രെയിൻ കിട്ടൂലേ എന്നുള്ള ടെൻഷൻ അവിടെ പോയി. എന്തേ വന്നുള്ളൂ? തൽക്കാലമുള്ള സ്ട്രെസ്സുകളാണ് അല്ലെ. നമുക്ക് ആങ്സൈറ്റിയാണ്, അങ്ങനെ എന്താ പല പല പേരുകളുണ്ട് അല്ലെ ഈ ഒരു ഇതിന്. അപ്പൊ ഇത് പെട്ടെന്ന് മാറിപ്പോവും. തൽക്കാലം, പേര് പോലെ തന്നെ അക്യൂട്ടാണ്, അതങ്ങോട്ട് മാറിപ്പോവും. പക്ഷെ ചിലത് എന്താണ്, ക്രോണിക് സ്ട്രെസ് ആണ്. ക്രോണിക് എന്ന് പറഞ്ഞാല് ദീർഘകാലം, ലോങ് ടൈം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് ആണ്. എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? നടക്കണില്ലേ? ഹലോ, ഞാൻ പറയാം. എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ്, കടങ്ങൾ വന്നു, ബിസിനസ് പൊട്ടി, അതല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നമ്മുടെ, അല്ലെ ഡിവോഴ്സ്, ഇങ്ങനെ കുറെ മരണങ്ങൾ, ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് കാലം നമ്മൾ അതിങ്ങനെ കൊണ്ടു നടക്കും അല്ലെ. പെട്ടെന്നുണ്ടായ മരണങ്ങള്, അതൊക്കെ നമുക്ക് മറക്കാൻ കുറച്ച് സമയം എടുക്കും. ഇത് ചിലത് എന്താണ്, ചിലതൊരു മാസം, ചിലപ്പോ ഒരാൾക്ക് റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാല് നമുക്കൊരു മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മളത് മറക്കും. ആ സമയം നമ്മുടെ ക്ലോസ് ബ്ലഡ് റിലേഷനിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വർഷങ്ങൾ എടുക്കും അതിൽ നിന്നൊക്കെ റിക്കവർ ആവാം. അപ്പൊ പാരന്റ്സ്, അതല്ലെങ്കിൽ മക്കള്, അതല്ലെങ്കിൽ ഹസ്ബൻഡ്, ഇങ്ങനെയുള്ള ക്ലോസ് റിലേഷനൊക്കെ വരുമ്പോൾ ചിലരൊക്കെ കൊല്ലങ്ങളോളം എടുക്കും. ചിലർ പെട്ടെന്ന് ഓക്കെ ആവും, ചിലർ കൊല്ലങ്ങളും കഴിഞ്ഞാലും, എത്ര 10 കൊല്ലായാലും എന്റെ മോൻ മരിച്ചിട്ട് 10 വർഷമായി എന്ന് പറഞ്ഞ് പിന്നെയും കരയുന്നവരുണ്ടാവും നമ്മള് കാണുമ്പോൾ, ആ സങ്കടം പറഞ്ഞ് കാണുമ്പോൾ. അവർക്ക് അതിൽ നിന്ന് ഹീലായിട്ടില്ല, അവർ ഹീലാവാൻ കുറെ ടൈം എടുക്കാൻ. അവർക്ക് ഒരു ക്ഷീണം, ഒന്നിനൊരു ഉത്സാഹം ഉണ്ടാവില്ല, ഒന്ന് ഡിപ്രഷൻ മൂഡിലായിരിക്കും, ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉള്ളവര്. പിന്നെ ഇമോഷണലി സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ഇമോഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ബ്രേക്കപ്പ്, ഇപ്പം ലവേഴ്സ് ആണെങ്കിൽ ബ്രേക്കപ്പ്, അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരാണ്, കപ്പിൾസ് ആണെങ്കിൽ ഡിവോഴ്സ്, അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ റിജക്ഷൻ സംഭവിച്ചു, നമ്മളെ ജോലിയിൽ നിന്ന് പുറത്താക്കി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഫിയർ ഒക്കെ ഉണ്ടാവില്ല. മീൻസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന വൈകാരികമായി നമ്മളെ
ഏതായിരുന്നു ഇപ്പൊ നമുക്കറിയാം പലരും ഈ കമിതാക്കളൊക്കെ തൂങ്ങി മരിച്ചു, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തു, അതല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തതായിട്ടൊക്കെ ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ ഈ ഒരു സ്ട്രെസ്സിലുള്ളവരാണ്. അവർക്ക് ബ്രേക്കപ്പ് താങ്ങാൻ പറ്റില്ല. അതായത് കല്യാണം ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കൂല. അപ്പൊ കല്യാണം സമ്മതിക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും? ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാൻ തീരുമാനം എടുക്കും. അത്രയും സ്ട്രെസ്സിലായിരിക്കും അവര് അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ കാണാൻ പറ്റും. ഇനി ഒന്നാണ് ഫിസിക്കലി സ്ട്രെസ്, ശാരീരികമായിട്ട് തന്നെ പല ഇത് ബോഡിയിൽ ഓവർ വർക്ക് ഉണ്ടാകുമ്പോൾ, അതുപോലെങ്കിൽ ഫിസിക്കലി ഇംബാലൻസ് ഒക്കെ മൂലം നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം. അതിനൊക്കെ എക്സാമ്പിൾ പറയുന്ന ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഒരു മൈൻഡ് ഓക്കെ ഇല്ല. അപ്പൊ ഞാൻ കുറെ പറയുന്നുണ്ടെങ്കിലും പലരും ചിലപ്പോൾ ഇതിലല്ലായിരിക്കും, ഈ ഒരു മൊമെന്റിലല്ലായിരിക്കും, അവരെവിടെയൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കും, മെന്റൽ ഇൽനെസ് ഉള്ളവരായിരിക്കും. അങ്ങനെയൊക്കെ പല പ്രോബ്ലംസും ഉണ്ടാവും അല്ലെ. പിന്നെ ഒന്നാണ് ട്രോമാറ്റിക് സ്ട്രെസ്. ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞാല് ആക്സിഡന്റ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ആക്സിഡന്റ്, അതുപോലെ തന്നെ മറ്റ് അബ്യൂസ് ചെയ്യുക, അതുപോലെ കുറെ നമുക്ക് തന്നെ മനസ്സിലാവും ചില എന്താണ് ഭയങ്കര ട്രോമയാണ് എനിക്ക് എന്ന് പറയില്ലേ, നമ്മൾ തന്നെ പറയും അതൊരു ട്രോമയായിരുന്നു, അത് കണ്ടത് എന്റെ ലൈഫിൽ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ട്രോമയായിരുന്നു എന്നൊക്കെ പറയും. അത് നമുക്ക് എന്താണ് ഈ ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുകയാണ്. അന്ന് കണ്ടത് പിന്നെ ഇപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് എന്നല്ല, റിലേറ്റീവ് തന്നെയാണ്. ആള് സ്കൂട്ടി ഓടിക്കും, ലൈസൻസ് കിട്ടി, എല്ലായിടത്തും പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ദിവസം വലിയൊരു ലോറി ഓപ്പോസിറ്റിൽ നിന്ന് സ്പീഡിൽ വരുന്ന കണ്ടപ്പോ ആള് വെട്ടിച്ച് കുഴി ചാടി വീണ് കാലൊടിഞ്ഞു. അതിനുശേഷം ആൾ എന്ത് ചെയ്യില്ല, സ്കൂട്ടർ എടുക്കില്ല. കാലൊക്കെ ഓക്കെ ആയെങ്കിലും എപ്പോഴും പറയും എനിക്ക് ആ ലോറി വരുന്നത് ഇപ്പോഴും എന്റെ മുമ്പിൽ എന്താണ് കാണുകയാണ്, അതുകൊണ്ട് എനിക്കൊരു ധൈര്യമില്ല, അപ്പൊ വണ്ടി എടുക്കാൻ ധൈര്യമില്ല. ആള് പിന്നെ ബസ്സിന് പോകാൻ തുടങ്ങി. അതെന്താണ്, പെട്ടെന്നുണ്ടായ ഒന്നും ഉണ്ടായില്ല, സംഭവം ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായില്ലെങ്കിലും ആളുടെ മനസ്സിനെ അത് വല്ലാത്ത രീതിയിൽ ബാധിച്ചു. അതാണ് ഉണ്ടായത്. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലെ? മാം ഫസ്റ്റ് പറഞ്ഞ സ്ട്രെസ് ഒന്നും കൂടെ പറയാമോ? അതിന്റെ പേര് കുഞ്ഞു സ്ട്രെസ് എന്ന് പറഞ്ഞത് ഫസ്റ്റില്. അക്യൂട്ട് സ്ട്രെസ്. ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു 1 hour പറയാൻ വേണ്ടി കുറച്ച് ചുരുക്കി ഒരു 4-5 പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അക്യൂട്ട് സ്ട്രെസ് എന്നാണ് ഫസ്റ്റ് വൺ പറഞ്ഞത്. തൽക്കാലം വരുന്നത്, അതെല്ലാം ലൈഫിലും, നമ്മളൊക്കെ ലൈഫിലും. ഇപ്പൊ ഞാൻ ഈ ഒരു ഇതെടുക്കുമ്പോൾ ഞാൻ എന്റെ ഫോൺ കിടക്കാൻ നേരത്തെ എന്തോ 10% ഉള്ളു. അപ്പൊ ഞാൻ ചാർജിൽ ഇട്ടതും കറണ്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ പണി കിട്ടിയല്ലോ എനിക്ക്. കാരണം എന്താണ്, ചാർജ് ഇല്ലെങ്കിൽ എനിക്ക് ഈ സെഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ കറണ്ട് വന്നു, എന്റെ സ്ട്രെസ് മാറി. കറണ്ട് വന്നു, ചാർജ് ആവുമല്ലോ. ചാർജ് ആയി കഴിഞ്ഞാൽ നോ പ്രോബ്ലം. പിന്നെയും നമുക്ക് ഇങ്ങനെ തോന്നുക ഇനി എടുക്കുന്ന സമയത്ത് കറണ്ട് പോയാലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ഓവർ തിങ്ക് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്ത് സംസാരിക്കാം അല്ലെ. വൈഫൈ കട്ടായാലും എന്റെ ഫോണിൽ ഡാറ്റ ഉണ്ട്. ഇങ്ങനെ പല ഓപ്ഷൻസും നമ്മളിങ്ങനെ മനസ്സിൽ തന്നെ നല്ലത് പറയും അല്ലെ. അതല്ലാതെ നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കില്ല. പിന്നെ കുറേ ഉണ്ട്. അപ്പൊ ഇനി ഇതിപ്പോ 4-5 ഞാൻ പറഞ്ഞോളൂ. ഇനി ഒന്നാണ് എൻവയോൺമെന്റൽ സ്ട്രെസ്. എൻവയോൺമെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോണ സ്ട്രെസ് ആണ്. എന്താണെന്ന് അറിയാൻ പറ്റുമോ? ഇനി എന്ത് ജൂണിൽ എന്താ തുടങ്ങാ? ജൂൺ മഴക്കാലം അല്ലേ? അതെ. മഴക്കാലം ഏത് കാലത്തും ഉണ്ടാവാം. ഇപ്പൊ ചൂടാണെങ്കിൽ നമുക്കിപ്പോ സൂര്യാഘാതം അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പേടികളും ഉണ്ടായിരുന്നു. എൻവയോൺമെന്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാല് എൻവയോൺമെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് വരുന്ന സ്ട്രെസ്. മീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രളയം, ഞാൻ പറഞ്ഞില്ല ഒരു നില ഫുള്ള് മുങ്ങിയ സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കണേ, എറണാകുളത്ത്. ഒരു 2018 ഓഗസ്റ്റിലാണ് സംഭവിച്ചത്. അതേപോലെ ഇപ്പൊ നമ്മുടെ ചൂരൽമല ഉരുൾപൊട്ടല് അല്ലെ, അതല്ലെങ്കിൽ ഓരോ ഇടിമിന്നൽ. ഇപ്പൊ അടുത്ത് മലപ്പുറം ജില്ലയിൽ മിന്നലേറ്റ് കുറെ പേര് മരിച്ച്. ഈ ഒരു എൻവയോൺമെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് സ്ട്രെസ് വരാം. ഇപ്പൊ ഹലോ, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാട്ടോ, ആരോ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, അത് മനസ്സിലായല്ലോ. അതായത് ഇപ്പം പ്രളയം വരുമോ? ഇപ്പൊ എനിക്ക് തോന്നണം ഈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേനും നല്ല മഴ പെയ്യുമ്പോ തോന്നാം മഴ പെയ്ത് 2018 പോലെ ആവോ, മൊത്തം മുങ്ങിപ്പോവോ, അന്ന് കാറ് പോയി, ഫ്രിഡ്ജ് പോയി, പലതും പോയി ഇല്ലേ. ഈ ഒരു സ്ട്രെസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വല്ല ഹാപ്പിനെസ് ഉണ്ടാവോ?
എന്റെ മദറിലോ ഒക്കെ അങ്ങനെയാണ്. അതായത് ഓഗസ്റ്റിൽ നല്ല മഴ പെയ്യാണ്, നന്നായിട്ട് മഴ പെയ്ത പാടത്തൊക്കെ വെള്ളം കയറും. ഇവിടെ പാനായിക്കുളം പാടാണ്. അപ്പൊ പാടത്ത് ഫസ്റ്റ് വെള്ളം കയറും. എന്നിട്ട് നമ്മുടെ വഴിയിലോട്ട് കയറും. അത് കാണുമ്പോൾ തന്നെ ഇവരെ ഓരോ സാധനങ്ങൾ, അരിയും പച്ചക്കറികൾ, അത്യാവശ്യം മാറ്റാൻ പറ്റുന്ന ഡ്രസ്സുകളും ഒക്കെ എടുത്ത് മുകളിൽ കൊണ്ടുവെക്കും, അപ്സ്റ്റെയറിൽ കൊണ്ടുവെക്കും. കാരണം ഒരു നില മുങ്ങിയാൽ ഇതൊന്നും നാശാവരുതെന്നൊരു പേടി. പക്ഷെ വെള്ളം 2018 ശേഷം ഇന്നേ വരെ കേറിയിട്ടില്ലെങ്കിലും എല്ലാ വർഷവും ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, നന്നായിട്ട് മഴ പെയ്യുന്ന കണ്ടാലേട്ടാ. അതാണ് എൻവയോൺമെന്റൽ സ്ട്രെസ്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ഇല്ലേ? അതെല്ലാവർക്കും ഉണ്ടാവില്ല. ചിലർക്ക് എന്തെങ്കിലും ആട്ടെ, വരുന്ന പോലെ കാണാം, അപ്പൊ എന്താന്ന് വെച്ചാൽ ചെയ്യാം, അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാന്നൊക്കെ ഉള്ള ഒരു തോട്ട് ഉണ്ടാവും. പലരും പല രീതിയിലാണ് നമ്മളെ ഓരോ കാര്യങ്ങളിലും എന്ത് ചെയ്യണേ, അപ്രോച്ച് ചെയ്യണേ, അല്ലെ? പലർക്കും അത് പല രീതിയിലാണ്. അന്ന് കുറെ നഷ്ടങ്ങളുള്ള ഒരു അടിപൊളി കാറുകളും അതുപോലെ തന്നെ ഒരുപാട് കാർ ഷോറൂം ഒക്കെ ഉള്ള, അങ്ങനെ കുറെ നഷ്ടങ്ങൾ വന്നവർക്ക് ഫുൾ ടെൻഷൻ ആയിരിക്കും. എന്താവും 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 എന്നുള്ള അവരതിനുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മിനിറ്റ്, രഞ്ജിത എല്ലാരെയും ഒന്ന് മ്യൂട്ട് ചെയ്യോ? മ്യൂട്ട്, സോറി. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കത് ഇപ്പം മനസ്സിലായി എന്തൊക്കെ രീതിയിലാണ് സ്ട്രെസ്സുകൾ വരണേന്ന് മനസ്സിലായി, അല്ലെ? ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒരു ഇതിനുള്ള ഇതെങ്ങനെ, ഈ സ്ട്രെസ് വരും പോവും, അല്ലെ? പക്ഷെ ഇതെങ്ങനെ മാനേജ് ചെയ്യാന്ന് പഠിക്കണം. അതല്ലേ വേണ്ടേ? ലൈഫില് എന്തൊക്കെ വന്നാലും ഞാൻ ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഇരിക്കണം, അതല്ലേ നമ്മുടെ ആഗ്രഹം, അല്ലേ? യെസ്. അപ്പൊ അതിനുള്ള ടെക്നിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ് വേണ്ടത്. ഫസ്റ്റ് വൺ സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് എല്ലാത്തിനും ബോധവാന്മാരാവും, ബോധരഹിതനാവും. അപ്പം കറക്റ്റ്. അതായത് നമ്മളിപ്പോ ദേഷ്യപ്പെടുമ്പോ, അപ്പൊ ഞാൻ കുറച്ച് മുമ്പേയൊക്കെ പറഞ്ഞ പോലെ ദേഷ്യപ്പെടുമ്പോ അത് എന്തിനാന്നുള്ളൊരു ബോധം നമുക്ക് വേണം, ഇല്ലേ? നമ്മളെ ഒരു പടത്തിലുണ്ടല്ലോ, മറ്റേ എന്താണ്, ശോഭനയുടെ ഒരു ഡയലോഗ് ലാസ്റ്റ് ഗംഗേന്ന് വിളിക്കുമ്പോ എന്താ നകുലേട്ടാ, എന്താ എനിക്ക് പറ്റിയെന്ന് വെക്കൂലേ? അതേപോലെ എന്താ എനിക്ക് പറ്റിയെന്നൊരു തോന്നല്. നമ്മള് മറ്റൊരു ഷൗട്ട് ചെയ്യുമ്പോ, കൊച്ചുങ്ങളെ തല്ലുമ്പോ, അതായത് ആരോടെങ്കിലൊക്കെ ഭയങ്കര ആർഗ്യുമെന്റ്സ് നടത്തുമ്പോ എന്താ എനിക്ക് പറ്റിയേ എന്നുള്ളൊരു ചിന്ത, എന്തുകൊണ്ടാ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണേ, അതല്ലെങ്കിൽ എന്തിനാ ഞാനിങ്ങനെ ഭയങ്കര സൗണ്ടില് എന്താ പറയാ അവരോട് സംസാരിക്കണേ, എന്തിനാണ് ഞാൻ ഇത്ര ഇറിറ്റേറ്റഡ് ആവണേ എന്നൊരു ചിന്ത നമുക്ക് സ്വയം അപ്പൊ തന്നെ തോന്നണം, പെട്ടെന്ന് തന്നെ തോന്നും. നമ്മൾ മക്കളെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ല. ഇപ്പൊ മക്കളൊക്കെ കുറച്ച് ദൂരെയാണെങ്കിൽ ചിലപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് വടിയൊക്കെ എടുത്ത് ഓടും. ആ ഓടല്, എനിക്കൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഓടലിന്റെ ഇടയിലെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് തിങ്ക് ചെയ്യണം, എന്തിനാ അപ്പൊ ഞാൻ പോയി തല്ലണേ എന്നുള്ളത്. ചിലപ്പോ അവരെ ദേഷ്യം മാറ്റാനായിരിക്കും, ഇവിടെ മദറിലോ ആരെങ്കിലൊക്കെ അവരെന്തെങ്കിലും പറ്റാ, ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ആ ദേഷ്യം മാറ്റാനായിരിക്കും മോനെ പോയി തല്ലണേ. അതിന്റെ ഇടയിൽ ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, കുട്ടിയും രക്ഷപ്പെട്ടു, നമ്മളും രക്ഷപ്പെട്ടു, അല്ലേ? അതുപോലെ നമുക്കൊരു അവയർനെസ് ഫസ്റ്റ് വൺ വേണ്ടത്. എന്തിനാ അപ്പൊ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടണേ എന്നുള്ള ഒരു, എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കണേ, എന്തിനാ ഞാൻ ഓവർ തിങ്ക് ചെയ്യണേ, വെറുതെ ഇരുന്ന് ഇങ്ങനെ കിടന്ന് ആലോചിക്കുകയാണ് ഉരുൾപൊട്ടൽ വരുമോ, ഭൂമി കുലുക്കം വരുമോ എന്നൊക്കെ. അപ്പം എന്തിനാ അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കണേ എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാല് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ചിന്തയാണെങ്കിലും ഉറക്കല്ലാതെ കിടക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണെങ്കിലും അവിടെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ സെക്കൻഡ് ആണ് ബ്രീത്തിങ് എക്സസൈസ്, ബ്രീത്ത് വർക്ക്. മീൻസ് അത് നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. എന്താണ്? ശ്വാസം ബോധപൂർവ്വം എടുക്കുക. നമ്മൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ, നമ്മൾ BP കൂടിയിരിക്കുമ്പോൾ ഒന്ന് കാമായിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ പറ്റുമോ, ഒന്ന് എണീറ്റിരിക്കുകയാണെങ്കിൽ ഒന്ന് ഇരുന്നിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു അപ്പത്തെ ഇത് അതിൽ നിന്നൊന്ന് ചേഞ്ച് ആകും. അപ്പൊ റൂമിലാണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട്, അതല്ലെങ്കിൽ നടന്നുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട്, അങ്ങനെ നമ്മൾ ആ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തതിനു ശേഷം ബ്രീത്ത് എക്സസൈസ് എടുക്കുക. അത് ഈ ഒരു ഇതിൽ ബ്രീത്ത് എടുക്കുക എന്ന് പറഞ്ഞാല് ബോക്സ് ബ്രീത്തിങ് എന്ന് പറയും. ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒന്ന് വലിക്കുന്നു, മൂക്കിലൂടെ വലിക്കുന്നു, വായിലൂടെ പുറത്തു വിടുന്നു, അല്ലെ? അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്, മെഡിറ്റേഷനിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഇൻഹേൽ ചെയ്യുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യുക 4 സെക്കൻഡ്. 4 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്നത് എത്രയാണോ അത്രയെങ്കിലും ഹോൾഡ് ചെയ്യുക. ദെൻ 4 സെക്കൻഡ് ഒന്ന് പിടിച്ചു നിൽക്കുക, ശ്വാസം എടുത്തത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദെൻ
റിലീസ് ചെയ്യുമ്പോഴും 4 സെക്കൻഡ് ടൈം എടുക്കുക. പതുക്കെ ഇങ്ങനെ കൈ നമുക്ക് ഇങ്ങനെ കൈ മടക്കും ചെയ്യാം, നിവർത്തും ചെയ്യാം. ആ 4 സെക്കൻഡ് മനസ്സിലാവാൻ അത്ര ഉള്ള ടൈമെങ്കിലും എടുക്കുക. ദെൻ നെക്സ്റ്റ് ബ്രീത്ത് എടുക്കാനും ഒരു 4 സെക്കൻഡ് ടൈം എടുക്കുക. അപ്പൊ ഒരു ബോക്സ് പോലെയാണ് നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത്. മനസ്സിലായോ? ബോക്സ് ബ്രീത്തിങ് എടുത്തു കഴിഞ്ഞാൽ അതൊരു 3-4 തവണ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൂളാവും. നമ്മുടെ നെർവ് സിസ്റ്റം കാമാവുമെന്ന് അറിയാലോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ട്രെസ് ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ നിങ്ങൾക്ക് അറിയുന്ന സംഭവം തന്നെയാണ് മെഡിറ്റേഷൻ, അല്ലേ? നിങ്ങളൊക്കെ എപ്പോഴും ചെയ്യാറില്ല. ഇപ്പൊ നമുക്കൊക്കെ ഒരു റിഫ്രഷ്, ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടണ മെഡിറ്റേഷൻ, അല്ലേ? മെഡിറ്റേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എന്താണോ നിങ്ങളുടെ പ്രോബ്ലം അതിനനുസരിച്ചുള്ള മെഡിറ്റേഷൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യാം, അല്ലെ? നിങ്ങൾക്ക് തന്നെ അറിയാം പല കാര്യങ്ങളും. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാം. ആ സമയത്ത് ഇതുപോലെ ബ്രീത്ത് എക്സസൈസ് എടുക്കാം. അതൊരു മെത്തേഡാണ്, ഒരു നല്ല പവർഫുൾ മെത്തേഡാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. മറ്റേതൊക്കെ സ്ട്രെസ് വരുമ്പോഴൊക്കെ അല്ലേ ചെയ്ത്, ഡെയിലി ചെയ്യുമ്പോൾ എന്തൊക്കെ പാസ്റ്റ് പെയിൻ ഉണ്ടോ, ഹീലാവാത്ത പെയിൻ ഉണ്ടോ, അതൊക്കെ ഹീലായിക്കോളും. അപ്പൊ അങ്ങനെ ചെയ്യാം ഒന്ന്. ദെൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ ഗ്രാറ്റിറ്റ്യൂഡ്. മുമ്പ് നമുക്ക് എന്തെങ്കിലും ഇല്ലാത്തതിനുള്ളതിനെ കുറിച്ചുള്ള ടെൻഷൻ ആണെങ്കിൽ, കാശില്ല, കടമുണ്ട്, അതില്ല എന്നുള്ളൊരു ടെൻഷൻ ആണെങ്കിൽ, ഉള്ളത് ഇപ്പൊ എന്താണോ ഉള്ളത് അത് എഴുതി ഒരു 3 എണ്ണോ 4 എണ്ണമെങ്കിലും എഴുതി ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പറയും. എഴുതി പറയും. ചെയ്യണം ബ്രീത്ത് 4 പ്രാവശ്യം. അത് നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളെ അവസ്ഥ അനുസരിച്ച്, ചെറിയ ടെൻഷൻ ഒക്കെ ഉള്ളൂ, ചെറിയൊരു BP കൂടിയിട്ടുള്ളൂ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഒരു 3 തവണയെങ്കിലും, അറ്റ്ലീസ്റ്റ് 3 തവണയെങ്കിലും ചെയ്യാം. എത്ര വേണമെങ്കിൽ നിങ്ങൾക്കൊരു 4, 5, നിങ്ങൾക്കൊരു 10-ൽ കുറവ് എപ്പോഴും ചെയ്യാം. ഒന്ന് കാമാവണല്ലേ? നിങ്ങൾക്ക് തോന്നുമല്ലോ. ഇപ്പൊ EFT ഒക്കെ നിങ്ങൾ ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യുമല്ലോ, അതുപോലെ ഏകദേശം ഒരു 3 തവണ ചെയ്താൽ തന്നെ നമ്മൾ നോക്കിയാവും. കാരണം നമ്മൾ എന്തായാലും ശ്വാസം എടുക്കണ്ടേ, നമ്മൾ അറിയാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കണ്ടേ. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ നെർവ് സിസ്റ്റം കാമാവും. നെർവ് സിസ്റ്റം കാമാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ബ്രീത്ത്. 2 യോഗ ചെയ്യാം. യോഗ ചെയ്യാൻ അറിയുന്നവർ, യോഗയിൽ പല ആസനങ്ങളുണ്ടല്ലോ, ശവാസനമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അതുപോലെ എക്സസൈസ്, അതുപോലെ തന്നെ വാക്കിംഗ്, മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്ക്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്ട്രെസ് റിലീസ് ആവണം. എന്താ വെച്ചാൽ വിറ്റാമിൻ D കിട്ടും. പുറത്ത് സൂര്യപ്രകാശത്തിൽ നടക്കുമ്പോൾ വിറ്റാമിൻ D കിട്ടും. പിന്നെ നമ്മൾ റിലാക്സ് ചെയ്ത് നടക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ്, മോർണിംഗിലെ സൂര്യന് അല്ലെങ്കിൽ കുറെ കിളികള്, ചെടികള്, അങ്ങനെ പ്രകൃതിയെ വാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് റിലീസ് ആവും. ഓക്കെ, അതാണ് സയന്റിഫിക്കലി. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ്. ദെൻ ജേർണലിംഗ്. നമുക്ക് ഇപ്പൊ ചില സംഭവങ്ങളിലൊക്കെ നമ്മളെ ആരെങ്കിലൊക്കെ ഇൻസൾട്ട് ചെയ്യൂല്ലേ, നമുക്ക് പക്ഷെ അവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ബോസ് ആയിരിക്കാം, നമ്മുടെ സാർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മദറിലോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാരന്റിനോടൊക്കെ ചിലർ പിന്നെയും തിരിച്ചു പറയും. പക്ഷെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ക്ഷമിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രഷർ കുക്കർ പോലെ നമ്മുടെ ഉള്ളിലുണ്ട്, ഇല്ലേ? നമ്മുടെ ഉള്ളിലുണ്ട്. അവരോട് അത് പറയാൻ പറ്റിയില്ലല്ലോ, എന്റെ ഭാഗം ന്യായീകരിക്കാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെ ഹീൽ ആവണില്ല. അതിങ്ങനെ നമ്മളിങ്ങനെ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും പിന്നെ ഇതിങ്ങനെ വരിക, അല്ലേ? വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ തോട്ടിനെ മാറ്റാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. നമുക്ക് എന്തെന്നെ പറയാനുണ്ടോ അതൊക്കെ എഴുതാം. നമുക്ക് അവരോട് പറയാനുള്ളത് വേണമെങ്കിലും എഴുതാം. എന്തൊക്കെയാണോ നമ്മുടെ മൈൻഡിൽ വന്നു പോണത് അതൊക്കെ അപ്പൊ എഴുതി ഒരു പേപ്പറിൽ എഴുതി അത് കത്തിക്കുക. ഫോർഗീവ്നെസ് ലെറ്റർ അറിയാലോ, അല്ലെ? അറിയുന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഫോർഗീവ്നെസ് ലെറ്ററിനെ കുറിച്ച് കൂടുതൽ പറയണം. കമന്റിലൊന്നും ആരുമില്ലല്ലോ. ഇമോഷൻസിനെ ഫീൽ ചെയ്തിട്ട് ഹീൽ ചെയ്യാം. യെസ്. ഫോർഗീവ്നെസ് ലെറ്റർ ഹീലിംഗിന്റെ ഒരു, അതേപോലെ ക്ലെൻസിങ് ലെറ്റർ എഴുതാം. നമ്മുടെ മൈൻഡിൽ ഫോർഗീവ്നെസ് ഒരു കാര്യത്തിൽ എഴുതുകയാണെങ്കിൽ ക്ലെൻസിങ് ഒരുപാട് കാര്യമുണ്ട് നോക്കാം. ഒരുപാട് പേര് നമ്മളെ എന്തെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്ത ആളുകളെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഈ ഒരു ലേഡീസിന് കുറെ പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെ? സത്യം പറഞ്ഞാൽ അതൊക്കെ ചെറിയ കുഞ്ഞു കാര്യങ്ങളായിരിക്കും. പക്ഷെ അതൊക്കെ തലയിൽ എടുത്തു വെച്ചാല് വലിയ പാറക്കല്ലായിരിക്കും. നമ്മുടെ മനസ്സിനൊരു ഭാരമായിരിക്കും. നമുക്കൊരു സന്തോഷത്തോടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെ? ഒരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ, പാല് തിളപ്പിക്കുകയാണെങ്കിൽ വരെ അത് തിളച്ചു മറിഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ആലോചിച്ച് കാടേറി എവിടെയോ എത്തിയിട്ടുണ്ടാവും. അവിടെ ആ ഒരു മൊമെന്റിൽ നമ്മൾ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഹീൽ ചെയ്യാൻ നമുക്ക് എന്താണോ പറ്റിയ മെത്തേഡ് അത് നമുക്ക് ചെയ്യാം. ഓക്കെ,
പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പവർഫുൾ ക്ലെൻസിങ് ലെറ്റർ എന്ന് പറഞ്ഞാല് നമ്മുടെ മൈൻഡ് ക്ലെൻസ് ചെയ്യുക. നമ്മൾ പലതും ക്ലെൻസ് ചെയ്യൂല, വൃത്തിയാക്കൂല്ലേ? എന്താണ് വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഫോണിലൊക്കെ ആണെങ്കിൽ ഡിലീറ്റ് ബട്ടൺ എഴുതി അടിച്ച് കളഞ്ഞാൽ മതി അല്ലെ? നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫാക്ടറി റീസെറ്റ് ഓപ്ഷൻ ഉണ്ട് അല്ലെ? ഇതേ ഓപ്ഷൻ നമ്മൾ നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരികയാണ്. അതെന്താന്ന് വെച്ചാല് എന്തൊക്കെയുണ്ടോ ഇന്ന് വരെ, ഇപ്പൊ നമുക്കൊരു 10, 35, 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഇന്ന് വരെ നമ്മുടെ ലൈഫിൽ ഉണ്ടായ ബാഡ് മൊമെന്റ്സ്, നമുക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ 20 കൊല്ലം മുമ്പ് ഇൻസൾട്ട് ചെയ്ത ഒരു സംഭവമാണെങ്കിൽ നമ്മുടെ മൈൻഡ് അത് ഓർത്തിരിക്കും. ഒരു ടീച്ചർ എങ്ങനെ പറഞ്ഞതാണെങ്കിലും എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. ഞാൻ B.Ed ആണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് അതായത് ഒരു നമ്മള് എന്താ അതിന് പറയാം, ടീച്ചേഴ്സിന് മാത്രമായിട്ടൊരു ക്ലാസ് ഉണ്ടാവും. അതിനൊരു പ്രത്യേക പേരുണ്ട്, എനിക്ക് ഓർമ്മയിട്ടില്ല. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. ടീച്ചേഴ്സിന് മാത്രം നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് നടത്തുമല്ലോ, എങ്ങനെ ക്ലാസ് എടുക്കണം, എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉള്ള. അതായത് ഞാൻ ടെമ്പററി ആയിട്ട് കയറിക്കാൻ ഒരു ടീച്ചറെ വേക്കൻസിയിൽ കയറിക്കാൻ. അപ്പൊ ഒരു 10-21 വയസ്സുള്ളൂ കേട്ടോ, B.Ed കഴിഞ്ഞ ആ ടൈമിലാണ്. അപ്പം ഇപ്പൊ അതിന് ഓർമ്മയിട്ടില്ലല്ലോ. ആ ഒരു ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറും ഉണ്ട്. എന്നെ സോഷ്യൽ സയൻസ് ആണ്. ട്രെയിനിങ് ക്ലാസ്സോ? ട്രെയിനിങ് ക്ലാസ് ആണ്. അതിനൊരു പേര് പറയും സാധാരണ. നമുക്ക് ഇങ്ങനെ ഒരു പേര്, ഒരു പ്രത്യേക പേരുണ്ട്. ആ പേര് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ചെയ്യും. എനിക്ക് ആ പേര് ഓർമ്മയിട്ടില്ല, ഒരു 10 വർഷം മുമ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് അപ്പം അത് എന്താ വെച്ചാൽ ആ ക്ലാസ് നടക്കുകയാണ്. അപ്പൊ ആ ക്ലാസ് നടക്കുമ്പോൾ നമുക്ക് വർക്ക് തരും, ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ആ ഗ്രൂപ്പിൽ വർക്ക് തരും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിൽ ഒരാള് ലീഡർ അത് പോയിട്ട് അവിടെ പ്രസന്റ് ചെയ്യണം. അപ്പം മൊത്തം ടീച്ചേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു കുട്ടിയാണ്. അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞു, എന്റെ ഗ്രൂപ്പിൽ എന്നോട് പറഞ്ഞു പോയിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. പ്രസന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു പേപ്പർ ഇങ്ങനെ ആ കയ്യിലൊരു പേപ്പർ ഉണ്ട്, അത് എഴുതി വെച്ച പേപ്പർ ഉണ്ട്. അതിങ്ങനെ വിറക്കുകയാണ് അവരുടെ ഇടയിൽ നിന്നിട്ട്. അപ്പൊ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചു. പക്ഷെ കൈ വിറക്കണോണ്ട് ഈ പേപ്പറും അറിയാം, പേപ്പറും ഇങ്ങനെ അനങ്ങുമല്ലോ, പെട്ടെന്ന് അറിയും. പക്ഷെ കൈ മാത്രമാണ് ഇറക്കണമെങ്കിൽ അറിയില്ല. ഈ പേപ്പറും വിറക്കണോണ്ട് വേഗം അറിയാൻ പറ്റും, എല്ലാവർക്കും മനസ്സിലാവും ഞാൻ സ്ട്രെസ്ഫുൾ ആണെന്ന്. നമ്മുടെ ഫസ്റ്റ് ആണ്, നമ്മൾ എന്തെങ്കിലും തെറ്റിപ്പോയി ഇവർക്കൊക്കെ അറിയുമല്ലോ, അങ്ങനെയൊക്കെയുള്ള പേടികളൊക്കെ ഉണ്ടാവുമല്ലോ അന്ന്. അത് അപ്പം ആ സെഷനിൽ അന്ന് എന്റെ ഗ്രൂപ്പിലുള്ള ആള് എന്നോട് പറഞ്ഞു, അത് കഴിഞ്ഞു വന്നപ്പോ എന്നോട് പറഞ്ഞു, ആയിരുന്നു ടീച്ചർക്ക് എത്ര പേടിയാന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നിപ്പോ നിങ്ങളെ ഏൽപ്പിക്കൂല എന്ന് പറഞ്ഞു. കുറച്ച് ഏജുള്ള ഒരു സാറാണ്. ആളങ്ങനെ പറഞ്ഞു. അതെന്റെ മനസ്സിൽ ഇപ്പോഴും എന്തെങ്കിലും ഒരു ഫംഗ്ഷന് കയറി ഇരിക്കുമ്പോഴും ഒക്കെ കയ്യിലൊരു പേപ്പർ വരുമ്പോ ഞാൻ ആ പേപ്പർ അവിടെ വെക്കും. കാരണം അന്നത്തെ അതേ സംഭവം എന്താവരുത്, ആവർത്തിക്കരുത് എന്നുള്ളൊരു ഉണ്ട്. പക്ഷെ അന്നൊക്കെ ഒരുപാട് ചേഞ്ച് ആയി. ഞാനിപ്പോ അങ്ങനെ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ല. അന്നത്തെ ഒരു നമുക്കറിയാലോ, ഓരോ ടൈമില് എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളെ ഇതാക്കണേ. പക്ഷെ എന്റെ ആ മൈൻഡ്, അന്നത്തെ ആ സംഭവം ഇന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്കത് ഓർമ്മ വരും. അപ്പം ആ ഒരു ഞാൻ നിന്നിരുന്നതും ആ പേപ്പർ വരക്കുന്നതൊക്കെ എനിക്കിപ്പോ കാണാൻ പറ്റും. അപ്പൊ അതെന്ന് വെച്ചാൽ എത്ര കൊല്ലം മുമ്പ് നടന്നതാണെങ്കിലും നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവും. മീൻസ് അത് ഹീലായി പോലെ നമുക്കത് നമ്മുടെ ഇടയിൽ വരും. പക്ഷെ നമുക്ക് സന്തോഷമുള്ള നിമിഷങ്ങൾ അത്ര പെട്ടെന്ന് നമ്മൾ ഓർക്കില്ല. അതൊക്കെ എന്തൊക്കെയോ സന്തോഷമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ +2 പഠിച്ച സ്കൂളിൽ. അപ്പം +2 പഠിപ്പിച്ച ടീച്ചർ സാറ് വന്നിട്ട് ഭയങ്കര എന്റെ സ്റ്റുഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്താക്കി. എനിക്ക് ഇന്നും പക്ഷെ നമ്മൾ അതൊക്കെ മറന്ന്, പകരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാഡ് മെമ്മറീസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അറിയാണ്ട് നമ്മൾ അത് സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ വരുന്നുണ്ടോ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെയിം സിറ്റുവേഷൻ വരുമ്പോ പണ്ടത്തെ ബാഡ് എക്സ്പീരിയൻസ് വരുന്നുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യാം, എഴുതുക. ഒരു പേപ്പറിൽ എഴുതി കത്തിക്കാം. ക്ലെൻസിങ് ലെറ്റർ കത്തിക്കണം എന്നില്ല, ഫോർഗീവ്നെസ് ആണ് കത്തിക്കേണ്ടത്. ഫോർഗീവ് ചെയ്തു കൊടുത്തു, ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇനി ആ ഒരു സംഭവം എന്റെ മനസ്സിൽ വരില്ല എന്നുള്ള രീതി. ഇത് ചിലപ്പോൾ വീണ്ടും വീണ്ടും വരും. അപ്പൊ അപ്പോഴും എഴുതുക. എപ്പോഴാണോ അത് പോണേ അല്ലെങ്കിൽ ആ മൈൻഡ് ഒന്ന് ഓക്കെ ആവണേ അതുവരെ എഴുതുക. ആ ഒരു ബാഡ് മെമ്മറി എന്റെ മൈൻഡിൽ നിന്ന് പോയി, ഞാനിപ്പോ ഹാപ്പിയാണ്, ഞാനിപ്പോ ഭയങ്കര എക്സ്പേർട്ട് ആണ് ക്ലാസ് എടുക്കണേന്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എഴുതാറുണ്ട്. അതൊക്കെ ഓക്കെ ആണെങ്കിലും ചിലപ്പോ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആ മെമ്മറി, അതുപോലെ നമ്മുടെ ലൈഫിലോട്ട് വരും. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തില്ല, അന്നത്തെ ആ ഒരു പെയിൻ ഇല്ല. അന്ന് സത്യം പറഞ്ഞാൽ അന്ന് അവരതും കൂടെ പറയുമ്പോ നമുക്കൊരു വേദന ഉണ്ടല്ലോ, ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ, അതില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ക്ലെൻസിങ് ലെറ്റർ ആരോ ചോദിച്ചു, അതുകൊണ്ടാണ് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ പെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലെ. കുഞ്ഞു കുഞ്ഞു പെയിൻ ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ പറയാൻ ഇതാണ് ഇപ്പൊ വലിയ സംഭവം, ഇതൊക്കെ ഞാൻ എത്ര അനുഭവിച്ചു, ഇതിലും വലുത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ എന്തായിപ്പോയി,
നമ്മളുടെ പെയിൻ ഒന്നും ഹീലായിട്ടില്ല, അവര് നമ്മളെ കളിയാക്കും കൂടെ ചെയ്ത് അങ്ങനെ സംഭവിക്കും. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാത്തവരോടായിരിക്കും പോയി പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഈ സംഭവം ചെയ്യാം. നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ പറ്റണേ, നമുക്ക് നെഗറ്റീവ് തോട്ട് വരണ അത് എഴുതുക, അത് പോസിറ്റീവ് ആക്കിയിട്ട് നല്ല രീതിയിൽ ഇപ്പൊ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി, അത് കാരണം എന്തൊക്കെ മാറ്റം ഉണ്ടായി. ചിലരിപ്പോ പറയും നിന്നെ കൊണ്ടൊന്നും ഒരു കഴിവില്ല, നീ ഒന്നും എവിടെ എത്തൂലടാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഈ റീൽസിൽ പറയുന്നവരെ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പൊ പല റീൽസിലും ഞാൻ കാണാറുണ്ട് ആളുകൾ അന്ന് അവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത്, ആളുകളെ മുമ്പിൽ വെച്ച് ഫാദർ ഇങ്ങനെ പറഞ്ഞു അവനെ കൊണ്ടൊന്നും ഒരു കാര്യം ഒരു ഗുണവും ഇല്ല, 4 വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ. ഈ ഡയലോഗ് അടിച്ചത് കൊണ്ട് പലരും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇൻസൾട്ട് ആണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംഭവം അന്ന് എന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉയരങ്ങളിൽ എത്തിയത്, സക്സസ് ആയത്. എനിക്ക് അപ്പൊ ആ ഒരു പെയിൻ ഉള്ളത് കൊണ്ട് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സക്സസ് ആയിട്ട് കാണിച്ചു കൊടുക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. വെറും വാശി മാത്രമായ നടക്കൂല, പക്ഷെ നമുക്കൊരു എയിം, ഒരു ഗോളും കൂടെ വേണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ അത് ചേഞ്ച് ആയി അല്ലെ. ഇപ്പൊ ക്ലൻസിങ് ലെറ്റർ എഴുതിയിട്ട് അത് ചെയ്യാം, ഫോർഗീവ്നെസ് ലെറ്റർ എഴുതാം, മെഡിറ്റേഷൻ. ഇനി നിങ്ങളെ മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താണ്, നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എന്താണ്? എന്താരും ഒന്നും പറയാത്ത, ചാറ്റിലെങ്കിലും വരൂ, ഞാൻ പറയണോ? ഒരു ഫുൾ ട്രോമ ഹീലിംഗ് മെത്തേഡാണ്. ഫുൾ എന്ത് പെയിൻ ഉണ്ടോ, ചൈൽഡ്ഹുഡ് ആണോ, എന്താണ് നിങ്ങളുടെ പെയിൻ, അതൊക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ്. യെസ് യെസ്, EFT. EFT ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, EFT ഒരു ബെസ്റ്റ് ടൂളാണ്. EFTയിൽ എന്താണ് നമ്മുടെ പെയിൻ, അത് ആ പെയിൻ റിലീസായി നമ്മൾ ഓക്കെ ആയി 0 ആവണ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ട്രോമ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഞാൻ എല്ലാവരോടും പറയും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, എന്റെ ഫാദർ അങ്ങനെയാണ്, പാപ്പ ചെറിയ നിസ്സാര കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടും, അതുകൊണ്ട് ഞാനും അങ്ങനെയാണെന്നൊക്കെ പറയും. ഹലോ, ഇവിടെയാണോ? ഓക്കെ. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അതൊരു മെഡിറ്റേഷൻ ഒക്കെ എടുത്തപ്പോൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യും. അതുപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ ബ്രീത്ത് എക്സസൈസ് എടുക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോയി കുടിക്കും. പല ഓപ്ഷൻ നമ്മുടെ പ്രവാചകൻ പറഞ്ഞതാണ്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു കൂളാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല ഓപ്ഷനും ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് ടെമ്പററി ആയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ദേഷ്യം വരുമ്പോൾ ബ്രീത്ത് എടുക്കുമ്പോൾ ഒന്ന് ഓക്കെ ആവും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നതെന്നൊരു ചോദ്യം തന്നെത്താനെ ചോദിക്കുമ്പോൾ ഒന്ന് ഓക്കെ ആവും എന്നല്ലാണ്ട് പിന്നീട് ഈ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ഷോർട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ എന്റെ ട്രോമ എവിടെ കിടക്കണേന്ന് ഇപ്പൊ കഴിഞ്ഞ EFTയുടെ മീറ്റിന് വന്നാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ ഇതില് ഇപ്പൊ എന്നോട് ലൈഫിൽ ചോദിക്കുക ആരെങ്കിലും, ഞാൻ മുമ്പ് വേറെ നമ്മുടെ സാറുടെ നിന്നല്ല വേറെ EFT ചെയ്തത്, ഇപ്പൊ ചോദിച്ചിരുന്നു ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു. പക്ഷെ എന്റെ ചൈൽഡ്ഹുഡ് എന്ന് ആയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വയസ്സിന് ശേഷമാണ് ഞാൻ ഓർക്കുന്ന പല കാര്യങ്ങളും. ഒരു 8 വയസ്സിന് ശേഷമുള്ള എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്. എന്റെ വാപ്പ അറബി അധ്യാപകനായിരുന്നു, ഗവൺമെന്റ് സ്കൂളിൽ ജോലിയുണ്ട്. ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ ആയപ്പത്തിന് വീടായി, മറ്റ് സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുവരെ റെന്റ് ഹൗസിലൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയം അതുപോലെ എന്റെ പ്രായമുള്ള കുറേ പേരുണ്ടായിരുന്നു അടുത്തൊക്കെ. അവരൊക്കെ ആയിട്ട് മറ്റേ പുഴയിൽ പോവും, കളിക്കാൻ പോവും, രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂ. അങ്ങനെ ഭയങ്കര രസം. അതൊക്കെ ഞാൻ ഓർത്തിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും പറയും ചൈൽഡ്ഹുഡ് ഭയങ്കര ഹാപ്പിയാണ്, ചൈൽഡ്ഹുഡിലൊന്നും ഒരു ട്രോമയില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഇവന്റിന് വന്നപ്പോൾ കുറെ പേര് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്തു. ഇപ്പൊ എന്നേലും ചെറിയൊരു പെൺകൊച്ചു വന്നിരുന്നു, 10-20 വയസ്സായി. അപ്പൊ അവളുടെ ഉമ്മ വഴക്ക് പറയണതും ഉമ്മ ഏത് കാര്യത്തിനും ആളെങ്ങനെ ഷൗട്ട് ചെയ്യണതും ഒക്കെ പറഞ്ഞപ്പോ അതുപോലെ സാറുടെ കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. അപ്പം നമ്മളെ ആ ഒരു കുഞ്ഞു കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോയി. ആ കാലഘട്ടത്തിൽ പോയപ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാപ്പ നന്നായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. മാഷായതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി. പിന്നെ മദ്രസയിൽ എന്നെ പഠിപ്പിക്കും കൂടെ ചെയ്തിരുന്നു. മദ്രസ ഒത്തുപള്ളി അറിയാലോ, അതിൽ എന്നെ പഠിപ്പിക്കും കൂടെ ചെയ്തിട്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട്. നല്ല ഖുറാനൊക്കെ ഓതിയില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ അടിക്കും. കൈ വെച്ചൊക്കെ അടിച്ചാൽ ആ ഭാഗം ചിലപ്പോ ഇങ്ങനെ പൊങ്ങി കിടക്കും, തിണർത്ത് കിടക്കുക പറയില്ല, അങ്ങനെ കിടക്കും. അതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ മറന്നു. അതൊരു 8 വയസ്സിന് മുമ്പാട്ടോ. ഒരു 8 വയസ്സിന് ശേഷം അടി കിട്ടിയ ഓർമ്മയില്ല, ചെറിയ കുട്ടിയാകുമ്പോ. പക്ഷെ അതൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റി. ഞാൻ മറന്നുപോയ പല കാര്യങ്ങളും ഞാൻ ഓർത്തെടുക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ പറഞ്ഞു സ്ട്രിക്റ്റ് പാരന്റിങ്, അതുപോലെ മറ്റുള്ള മുമ്പിൽ വെച്ച് അടി കിട്ടുക,
മദ്രസിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നാണ് കൂടുന്നാണ് വാപ്പാന്റെ കയ്യിൽ നിന്ന് അടിയിട്ടുന്നത് അല്ലെ. അപ്പൊ ടീച്ചർ കയ്യിൽ നിന്ന് അടിയിട്ടാണെങ്കിൽ പോട്ടെ, ഇത് പാപ്പയും കൂടെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു പെയിൻ ഉണ്ട്, ആ പെയിന് റിലീസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. വാപ്പാനെ പോലെ തന്നെ ദേഷ്യം. ഞാൻ ഉമ്മയൊക്കെ പറയും അവൾക്ക് വാപ്പാന്റെ ദേഷ്യാന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടെടുക്കുന്നു, എനിക്ക് വാപ്പാന്റെ ദേഷ്യ, വാപ്പാന്റെ സ്വഭാവം അങ്ങനെയൊക്കെ. പക്ഷെ അതല്ല വേണ്ടത്, ഇവിടെ ദേഷ്യം ഒന്നും ആർക്കും വേണ്ട അല്ലെ. അപ്പൊ നമ്മളവിടെ ഹീൽ ആവുകയാണ് വേണ്ടത്. അപ്പൊ എന്റെ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കി, അതായത് റൂട്ട് കോസ് കണ്ടെത്തി. അതാണ് ഒന്നുകിൽ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഇവന്റുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. നിങ്ങൾ പോലും മറന്നു പോണ റൂട്ട് കോസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, എന്തായിരുന്നു എന്റെ പ്രോബ്ലം എന്ന്. അപ്പം ഇവിടെ ഹീലാവുമ്പോൾ ഞാൻ ഓക്കെ, ഇനി എന്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് കാമായിട്ട് കൂളായിട്ട് സംസാരിക്കാൻ പറ്റും. ഇല്ലേ? പറ്റില്ലേ? അതാണ്. അപ്പൊ EFT ഒരു ബെസ്റ്റ് മെത്തേഡാണ്, ഒരു ടൂളാണ്. അതായത് നിങ്ങളുടെ റൂട്ട് കോസ്, നിങ്ങൾ ഇപ്പൊ ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ, ഞാൻ ഇപ്പൊ 2-3 കാരണങ്ങൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഒരു ലേഡി നമ്മൾ കണ്ടല്ലോ KSRTCയുടെ ചില്ല് പൊട്ടിച്ചത്, അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാവാം. അവരപ്പത്തെ അല്ല, ആ ഡ്രൈവറോടോ KSRTC ബസ്സിനോടോ ഒന്നും അവർക്ക് ദേഷ്യമില്ല, അവരുടെ മുമ്പത്തെ എന്തോ അവർക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നമാണ് അവരുടെ കാണിച്ചത്. അതുപോലെ നമ്മൾ മക്കളോട് കാണിക്കാൻ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം, മുമ്പ് നടന്ന എന്തെങ്കിലും ഒരു സംഭവത്തിന് ബേസ് ചെയ്താണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. ഈ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങോട്ട് കൂടി ചിലർ അറ്റാക്ക് വന്ന് മരിക്കൂല്ലേ, മനസ്സിലായിട്ട് ഇപ്പൊ ഈ ന്യൂസുകളിൽ ഉണ്ടാവാറുണ്ട്. എന്താണ് അതിർത്തി തർക്കം, ഗൃഹനാഥൻ മരിച്ചു എന്നൊക്കെ പറയും, അറ്റാക്ക് വന്നിട്ടാണ്. കാരണം അവർ ഷൗട്ട് ചെയ്യാണ്, ഇവര് തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് BP കൂടി അവിടെ എന്തായി, ക്ലോസ് ആയി. അത് അങ്ങനെയുള്ള പല സിറ്റുവേഷനും വരും. ഇവിടെ എന്തോ മുമ്പത്തെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് ആവാം അവർ അത്രയും ദേഷ്യപ്പെടുന്നത്. നമ്മൾ പിന്നീട് കാലം, ഞാൻ തന്നെ KSRTCയുടെ വീഡിയോ കാണുമ്പോൾ ആലോചിച്ച്, ഇവരെന്തിനാണ് ഇങ്ങനെ കിടന്ന് ഷോ കാണിക്കുന്നത്, എന്താണ് ഇതിന് മാത്രം. ഒരു വണ്ടി നിർത്തിയില്ല, ജസ്റ്റ് നമുക്ക് ഇപ്പൊ എന്റെ സ്റ്റോപ്പില് KSRTC നിർത്തില്ല, ഞാൻ എന്റെ പാലക്കാടാട്ടോ പറയണേ, ഇവിടെയല്ല, അവിടെ നിർത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കാറില്ല, ചോദിച്ചാൽ എന്താന്ന് വെച്ചാൽ രാത്രി ഒരു 6 മണിക്ക് ശേഷമൊക്കെ ചോദിച്ചാൽ നിർത്തിത്തരും. ഡ്രൈവർമാർക്ക് രാത്രി നിർത്തി കൊടുക്കണം എന്ന ഓപ്ഷൻ ഉണ്ട്, നമ്മൾ സ്ത്രീകൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. മീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ചോദിക്കാനുള്ള മടി, രണ്ടാമത് ചോദിച്ചിട്ടും നിർത്തിയില്ലെങ്കിലോ, ആളുകളെ മുമ്പിൽ നമ്മൾ വഷളായല്ലോ, അങ്ങനെയൊക്കെയുള്ള തോട്ട് വരുന്നോണ്ട് ചോദിക്കൂല. പകരം എന്ത് ചെയ്യും, തൊട്ടപ്പുറത്ത് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് 30 രൂപ ഓട്ടോ എടുത്ത് വീട്ടിലോട്ട് പോരും. അപ്പൊ വീട്ടിലോട്ട് കുറച്ച് ഉള്ളിലോട്ട് നടക്കാനും കൂടെ ഉണ്ട്. അപ്പൊ അത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ, നടക്കും വേണ്ടല്ലോ, വീടിന്റെ മുമ്പിൽ പോയി ഇറങ്ങാലോ, അത് വിചാരിച്ച് അങ്ങ് ചെയ്യും. അപ്പൊ എന്തൊക്കെ ഓപ്ഷൻ അവർക്കുണ്ട് അല്ലെ. അപ്പം ഇപ്പൊ എന്താണ് മറ്റേ ഇതിൽ പറയാ, ജോത്സ്യം പറയണ ധനനഷ്ടം, മാനഹാനി ഒക്കെ സംഭവിച്ചു അല്ലെ. കാരണം ഫൈൻ അടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു, ചില്ല് പൊട്ടിച്ചതിനും ട്രിപ്പ് മുടങ്ങിയതിനൊക്കെ. അപ്പോ ആ ഒരു സ്ട്രെസ് അവരെ കൊണ്ടെത്തിച്ചത് പല പ്രോബ്ലംസിൽ. അപ്പൊ നമ്മൾ മൊത്തം അറിഞ്ഞു, കേരളം എന്നല്ല മൊത്തം എല്ലാവരും അറിഞ്ഞവര്. അപ്പൊ ഇതാണ് നമ്മൾ സ്ട്രെസ് റിലീസ്. അല്ലെങ്കിൽ അവർക്ക് അന്ന് കൂളായപ്പോ അവർ കൂളായി സംസാരിക്കുന്നുണ്ട്, എനിക്ക് ശുചിമുറി പോകണം എന്നായിരുന്നു. അപ്പൊ ആ ഒരു ആളുകൾ കമന്റ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഡ്രൈവറോട് അത് പറഞ്ഞില്ല, അതല്ലല്ലോ നിങ്ങൾ അവിടുന്ന് കാണിച്ച ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇംഗ്ലീഷൊക്കെയാണ് ആൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്താ, അതാണ് നമ്മൾ എങ്ങനെയാണോ ആളോട് ബിഹേവ് ചെയ്യുന്നത്. അതിൽ കുറെ KSRTC കണ്ടക്ടേഴ്സ് പറയണ കേട്ടു, പലരും ഞങ്ങളോട് പറഞ്ഞിട്ട് നിർത്തി കൊടുത്തിട്ടുണ്ട്, ആർക്കും പാഡ് വരെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പലരും പറഞ്ഞ മെസ്സേജ് ഞാൻ കണ്ടു. അപ്പൊ അതാണ്, നമ്മൾ എങ്ങനെയാണോ, അപ്പൊ ഞാൻ നിങ്ങളോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യണത് അതുപോലെ നിങ്ങൾ തിരിച്ച് ബിഹേവ് ചെയ്യുള്ളൂ. ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളും എന്നോട് ദേഷ്യപ്പെടും. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഓട്ടോയിൽ ഞാൻ പറയാറില്ല, ഓട്ടോയിലോ ഹസ്ബൻഡിന്റെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുമ്പോൾ ഒന്ന് തട്ടേ ഒരതേ അല്ലെങ്കിൽ ഒന്ന് സ്പീഡിൽ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അവർ കിടന്ന് ഒച്ചയെടുക്കും അല്ലെ, വൃത്തികെട്ട തെറികൾ പറയും ഇല്ലേ. നിങ്ങൾക്ക് അനുഭവം ഇല്ലേ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ബാഡ് വേർഡ്സ് പറയും, അതേ ബാഡ് വേർഡ്സ് നമുക്കും തിരിച്ചു പറയാൻ അറിയാം. പക്ഷെ നമ്മളവിടെ കൂളാവാം, മൈൻഡ് ഒന്ന് ഓക്കെ ആവാം. ആള് പറഞ്ഞ ആളുടെ ക്യാരക്ടർ, ഞാൻ എന്തിനാ അയാളെക്കാൾ തരം താഴണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂളാവാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുറെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പൊ വരെ ഒരു പ്രോബ്ലം അല്ല, ഇന്നലെ വരെ ഉള്ളതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തു. ഇന്ന് മുതലേ ഉള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാവും, എങ്ങനെയാണ്. ഇപ്പൊ ഇതെന്താണ്, ഇപ്പൊ മോനോടൊന്ന് ദേഷ്യപ്പെടുമ്പോ, ഇപ്പൊ ആദ്യമൊക്കെ ഞാൻ ഗ്ലാസ് ഒക്കെ പൊട്ടിയ ഭയങ്കര ഒച്ചയെടുക്കായിരുന്നു. ഗ്ലാസ്, അതായത് ജോയിന്റ് ഫാമിലിയിലായിരുന്നു. അപ്പൊ ഗ്ലാസ് പൊട്ടിയ എനിക്ക് ചീത്ത കേൾക്കും മോളിന്ന്. അപ്പൊ ഞാൻ ആ ദേഷ്യം ഫുള്ള് മോനോട് പറയും, നീ എന്തിനാണ് അതെടുത്തത്, നിനക്ക് പൊട്ടാത്ത ഗ്ലാസ് അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കിടന്നു വച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് ഓക്കെ, ഒരു ഗ്ലാസ് പൊട്ടി, അധികം പൊട്ടാത്ത ഗ്ലാസ് കൊടുക്കാൻ നോക്കും. ഇനി എങ്ങാനും ഞാൻ കാണാണ്ട് അവനൊരു
പൊട്ടുന്ന ഗ്ലാസ് എടുത്ത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇനി കാല് മുറിയണ്ട, നീ അവിടെ സൂക്ഷിച്ച് അവിടെ നിൽക്ക്, ഞാൻ പെറുക്കട്ടെ, ഇതൊക്കെ വൃത്തിയാക്കട്ടെ, അതുവരെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ഭയങ്കര കൂളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്റെ പാസ്റ്റ് പെയിൻ ഞാൻ അവിടെ എന്ത് ചെയ്തു, ഞാൻ അവിടെ ഹീൽ ചെയ്തു. അതുകൊണ്ട് മക്കളോട് നല്ല രീതി, മക്കളുടെയൊക്കെ ഭാഗ്യമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മള് സെൽഫ് അവെയർ ആവുകയാണ്. അപ്പം അപ്പൊ ഒരുപാട് ചേഞ്ച് നമ്മുടെ ലൈഫിലാണ്. അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് പൊട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് പൊട്ടിയാൽ മതി. എന്റെ മോനൊക്കെ ബോൾ അടിച്ചിട്ട് ട്യൂബ് ലൈറ്റ് അതുപോലെ ക്ലോക്ക് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഒരു കുറച്ച് മുമ്പാട്ടോ, ഇതിനൊക്കെ അറിയുന്നതിന് മുമ്പ്, ആ സമയത്തൊക്കെ ഞാൻ ബിഹേവ് ചെയ്തത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്തൊരു ഭദ്രകാളി ആയിരുന്നു എന്നുള്ളത്. അപ്പോ അതാണ് നമ്മൾ ഹീലാവുമ്പോഴും ഹീലല്ലാത്തപ്പോഴും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മളിലാണ് നമ്മുടെ വർക്ക് തുടങ്ങേണ്ടത്. അപ്പൊ എന്താണോ നിങ്ങളുടെ പ്രോബ്ലം അത് അനുസരിച്ച് നിങ്ങൾ അത് ആ കോഴ്സ് ബ്രോഡ് കോഴ്സ് കണ്ടെത്തി അത് ഹീൽ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഈ പ്രഷർ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത് അല്ലെ, 8 മെറിഡിയൻ പോയിന്റ് ഉണ്ട്, അതിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ തൊടുമ്പോൾ നമുക്ക് റിലീസ് ആവും. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് കുറെ പേരുണ്ടാവാം. ഞാനും ഇത് പഠിക്കുന്നതിന് മുമ്പ് ഭയങ്കര എതിരായിരുന്നു കേട്ടോ EFTയോട്. കാരണം എന്റെ പഠിപ്പിച്ച ആള് പറയും മൈഗ്രെയിൻ മാറും, ബാക്ക് പെയിൻ മാറും, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മെന്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതൊക്കെ മാറും എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായി, എന്നാ പിന്നെ MBBS ഒന്നും പഠിക്കണ്ടല്ലോ, കുറെ വർഷങ്ങൾ പഠിച്ച് പിന്നെ ക്യാഷും മുടക്കി MBBS എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, EFT പഠിച്ചാൽ പോരെ, 10,000 റുപ്യ മുടക്കിയാൽ പോരെ എന്ന് പറയും. പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ പനി എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും, പാരസെറ്റാമോൾ എഴുതും. ഇനി അതല്ല പല്ലുവേദന ആണെങ്കിലും പെയിൻ കില്ലേഴ്സ് എഴുതി തരും അല്ലെ. ഇവിടെ എന്താണ്, MBBS ഡോക്ടേഴ്സ് രോഗത്തിനെയാണ് ചികിത്സിക്കുന്നത്. നമ്മുടെ EFT എന്തിനാ ചികിത്സിക്കണേ, രോഗത്തിനൊരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതായത് ഇപ്പൊ തലവേദന വരുന്നത്, ഇപ്പൊ ഒരാളെ കാണുമ്പോൾ അയാൾ വരുമ്പോ തന്നെ തലവേദന വരുന്നത്, ആള് നമ്മളെ മുമ്പ് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ആളുകളുടെ ഇടയിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുറ്റം വേറെ ഒരാളോട് പോയി പറയണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിന്റെ ബാക്കിൽ. ഈ കാരണത്തെയാണ് നമ്മൾ ഹീൽ ചെയ്യണത്. അറിയാലോ, നമുക്ക് എന്താണ് അവിടെ തലവേദന വരാൻ കാരണം, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരാൻ എന്താണ് കാരണം, ഒരു കാരണം അവിടെ ഉണ്ടാവും, ഇല്ലാതെ വരില്ല. ഒരു മാനസികമായ കാരണം ഉണ്ടാവും. ആ കാരണത്തെയാണ് EFT ചികിത്സിക്കുന്നത്. ആ കാരണത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ അസുഖം താനേ മാറും, ഫുള്ളായിട്ട് മാറും. ഇപ്പൊ പല്ലുവേദന തലവേദന വരുമ്പോ പോയിട്ട് ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ ജസ്റ്റ് അപ്പം മാറും, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും വരും. മൈഗ്രെയിൻ ഒക്കെ അറിയാലോ അല്ലെ. ഞാനത് നോക്കിയിട്ട് എനിക്ക് യാത്ര ചെയ്താല്, ബസ് യാത്ര, കാറിലാണെങ്കിൽ നമ്മള് ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിടുമ്പോൾ സൗണ്ട് ഒന്നും കേൾക്കില്ല, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സൗണ്ടും നമുക്ക് കേൾക്കും അല്ലെ. ഭയങ്കര വണ്ടികളുടെ സൗണ്ട്, ഹോണടി, ഭയങ്കര ബഹളം, ടൗണിലൊക്കെ എത്തിയാൽ അറിയാലോ. ഈ യാത്ര കഴിഞ്ഞ് വന്നാല് ഞാൻ EFT ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും വരാറില്ല, അതായത് വല്ല പനിയോ ജലദോഷം അതിനപ്പുറം ഒന്നും വരാറില്ല. അപ്പം ഇനി പിന്നെ വരണതാണ് തലവേദന. അപ്പൊ ഞാൻ ഈ തലവേദന വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, കാരണം ഇത് മാറുമെന്ന് അറിയണല്ലോ, നമുക്ക് ടെസ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ ഇതേപോലെ ഞാൻ യാത്ര ചെയ്ത് വന്നപ്പോ എനിക്ക് തലവേദന വന്നു. അപ്പൊ ഞാൻ ഇത് ചെയ്തു. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം എന്ന് എനിക്കറിയാം, സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴാണ്, ചെവിയിലോട്ട് വരുമ്പോഴാണ്. അപ്പം അത് ഞാനൊരു 3 തവണ ചെയ്തപ്പോഴത്തേനും ഞാൻ ഓക്കെ ആയി. എനിക്കിങ്ങനെ ഉറക്കം വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാണ്ട് തലവേദന മാറുന്നവരെ ഉറങ്ങാണ്ട് കിടക്കും. ഇതിന് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 3 തവണ എന്തോ ചെയ്തോളൂ എന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഉറക്കം ഒരു ഫീൽ ചെയ്തപ്പോൾ കിടന്ന് അങ്ങനെ ഉറങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഓക്കെയാണ്, വർക്ക് ആവും എന്നുള്ളത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ. പിന്നെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇപ്പൊ ഞാൻ എത്രയോ യാത്രകൾ ചെയ്തു കഴിഞ്ഞു, അതിന് ശേഷം ഒന്നും തലവേദന അങ്ങനെ വന്നിട്ടില്ല. അപ്പം അതാണ് ഞാൻ പറയണേ, എവിടെയാണോ പ്രോബ്ലം അവിടെ നമ്മൾ ഹീൽ ചെയ്യാം. ഓക്കെ, EFT ഒരു ടൂളായിട്ട് പറഞ്ഞു. ദെൻ NLP ഒരു ടൂൾ ഉണ്ട്. NLPയിൽ പല മെത്തേഡ്സുകൾ ഉണ്ട്. ഇപ്പൊ NLP ഫിയർ, സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ഒരാളാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഇവന്റിൽ പ്രശ്നം എടുക്കുമ്പോൾ അവിടെ ഫിയർ പറയണ ഒരു കുട്ടിയെ, എക്സാം പേടിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ NLPയിലെ ചില ടൂൾസുകൾ നിങ്ങൾക്ക് ഫേമസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഞാൻ പറയാം. തീ കനലിന്റെ മുകളിൽ നടക്കുക, കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? റീൽസുകളിലൊക്കെ കാണാറുണ്ട്. കനല് കത്തിച്ചിട്ട് അതിന്റെ മുകളിലൂടെ നടക്കുക. നമുക്ക് തീ പേടിയാണല്ലോ അല്ലെ, ആരും കണ്ടിട്ടില്ലേ? നിങ്ങള് ഒന്ന് ചാറ്റ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഡീറ്റെയിൽ കണ്ടിട്ടുണ്ട്. അതെ, അതുപോലെ വേറെ എന്താ ഒന്നും കൂടെ കണ്ടിട്ടുള്ളേ? NLPയുടെ ഫുൾ ഫോം എന്താ? NLPയുടെ ഫുൾ ഫോം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ന്യൂറോൺസിന്റെ ഒരു ഭാഷയാണത്.
ക്ലിയർ അല്ല. ആണിയുടെ മുകളിൽ നിന്ന് ഡാൻസ് കളിക്കും. ആണിയുടെ മുകളിൽ നിന്ന് ഡാൻസ് കളിക്കാറില്ലേ മാം? അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ കണ്ടില്ല കുപ്പിച്ചില്ലിന്റെ മുകളിലൂടെ നടക്കുക. കുപ്പിച്ചില്ല് അറിയാലോ, കാലി തുളച്ച് കയറുമല്ലോ. ഇതൊക്കെ നമ്മുടെ ഫിയറുകളെ, പല പല ഫിയറുകളെയും മാറ്റാൻ, ഓവർകം ചെയ്യാൻ പറ്റുന്ന പല ടെക്നിക്സ് ആണ്. NLP നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിമ്പിൾ ടെക്നിക്സ് ഞാൻ വേണമെങ്കിൽ പറയാം. ഭയങ്കര സ്ട്രെസ്, ഓവർ തിങ്കിങ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് കാണുന്നത്, അപ്പൊ നിങ്ങൾ കാണുന്ന ഒരു 5 കാര്യത്തിന്റെ പേര് എഴുതി വെക്കാം. നിങ്ങൾക്ക് 5 കാര്യം ഓർത്തു വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന 5 സ്ഥലങ്ങളെ കുറിച്ച് ഓർക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കസേരയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് താജ്മഹൽ കാണാൻ ഇഷ്ടമാണ്. അങ്ങനെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു 5 കാര്യങ്ങൾ, അല്ലെങ്കിൽ മൂന്നാർ പോകണം, അവിടെ നല്ല ക്ലൈമറ്റ് ആണ്, അതല്ലെങ്കിൽ മക്കത്ത് പോകണം, അല്ലെ? ഇനി നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യത്തിലോട്ട് നമ്മുടെ മൈൻഡ് ഡിവൈഡ് ചെയ്യുക. ഓവർ തിങ്ക് ചെയ്യണവരോടാട്ടോ പറയണേ. ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഭൂമി അല്ല, പല ടെൻഷനും ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ ടെൻഷനല്ലോ. ഒരു അസുഖമൊക്കെ, ചെറിയ തലവേദന ആകുമ്പോൾ ക്യാൻസർ ആണോ എന്നൊക്കെ ടെൻഷൻ വരുന്ന പലരും ഉണ്ട്. പലരും പറയണേറ്റിട്ടുണ്ട്. സിംറ്റംസ് ഫോണിൽ നോക്കും, സിംറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ പിന്നെ അത് ഇന്ന അസുഖാണ്. ഇപ്പൊ വായിൽ ചെറിയൊരു മുറിവ് പുണ്ണു വന്നപ്പോ മൗത്ത് ക്യാൻസർ ആണെന്ന് ടെസ്റ്റ് ചെയ്തൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. റിസൾട്ട് വരുന്നവരെ ആൾ ടെൻഷൻ അടിച്ചിരുന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഈ മുറിവ് എത്ര പുണ്ണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും മാറണില്ല, പിന്നെയും വരും. അപ്പൊ ഇങ്ങനെ പല ടെൻഷൻ നമുക്ക് ഉണ്ടാവും. മറ്റുള്ളവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പം നമ്മള് എന്താണ് ഇത്, ഓക്കെ, നമുക്കിങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും ആവില്ലല്ലോ. ഇനിയിപ്പോ ഇത് ശാസ്ത്രീയമായിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് വരണവരെ നമ്മൾ ആ സമാധാനത്തിൽ ഇരിക്കണ്ടേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു 5 കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കൊണ്ടുപോവാം. അതുപോലെ തന്നെ നിങ്ങൾ 4 എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 4 സൗണ്ടുകൾ, 5 സീൻസ്, ഫുഡ്, നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ, 4 ഫുഡ് ഏതാണ് എന്നുള്ളത് ഏതെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, അതല്ലെങ്കിൽ പുഡിംഗ് ഇഷ്ടമാണ്, ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഒന്ന് ടെൻഷൻ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഉണ്ടാക്കാം. പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ അറിയണവരെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അപ്പത്തെ എന്താണ് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണേ അത് മറന്നു പോകും. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാം, നല്ലൊരു പാട്ട് കേൾക്കാം, നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സോങ്, ഒരു പാട്ടൊക്കെ കേട്ട് റിലാക്സ് ആയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. ഒന്ന് ഫോണിലൊക്കെ ഒന്ന് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാം. അപ്പൊ നിങ്ങളെ മൈൻഡ് ഒന്ന് കാമാവും. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ആ ഓവർ തിങ്കിങ്ങോ അതല്ലെങ്കിൽ ടെൻഷനോ ഒക്കെ ഒന്ന് മാറി ഒന്ന് കാമാവും. ഓക്കെ, അതെനിക്കുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഞാൻ അർജന്റ് ആയിട്ട് പോവാണ്, യാത്രയിലാണ്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകണം. അപ്പൊ അവിടെ ചെന്നാൽ എന്താവും, എങ്ങനെയാവും എന്നൊക്കെയുള്ള ടെൻഷൻ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ബസ്സിലിരിക്കുകയാണേ. പക്ഷെ ബസ്സിൽ നല്ലൊരു പാട്ട്, ഞാൻ കോളേജ് കാലത്ത് കേട്ടിരുന്ന ഡ്യൂ ഡ്രോപ്സ് എന്ന് പറയാം, അതിൽ കേട്ടിരുന്ന ഒരു പണ്ടത്തെ പാട്ട് വന്നു. ആ പാട്ട് വന്നപ്പോ ഞാൻ ഈ ആലോചിച്ചിരുന്ന ഈ സ്ട്രെസ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. ഞാൻ ഈ പാട്ടിൽ അങ്ങോട്ട് മുഴുകിപ്പോയി. അപ്പം ഈ പാട്ട് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞാൻ ഇതിലോട്ട് വന്നത്. കാരണം മ്യൂസിക്കിന് ഭയങ്കര ഒരു പവർ ഉണ്ട്, അല്ലെ? ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റിലാക്സ് ആവാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു 5 ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കാണാം, നിങ്ങൾക്ക് അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ല്, അതുപോലെ തൊട്ടറിയാം, തൊടാൻ ഇഷ്ടമുള്ള ഇപ്പൊ വെൽവെറ്റ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ കുട്ടികളിലേക്ക് കവിളുകള് എവിടെയെങ്കിലൊക്കെ തൊടുമ്പോൾ നിങ്ങൾക്ക് ഒന്നൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യേണ്ടത് നോക്കാം. ചിലർക്കൊക്കെ അങ്ങനെയാണ്, ഒന്ന് തൊട്ട് നോക്കണം, പുതിയ ബുക്കുകളൊക്കെ ഒന്ന് തൊട്ട് നോക്കുക. അല്ലെ മണ്ണിന്റെ മണം, ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന പല സ്മെല്ലുകൾ ഉണ്ടാവും അല്ലെ. മണ്ണിന്റെ മണം ഒക്കെ വരുമ്പോ നല്ലൊരു ഫീല്, ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരും അല്ലെ. പുതുമഴയൊക്കെ പെയ്യുമ്പോ ബുക്കിന്റെ മണം, സ്കൂൾ തുറക്കുന്നതൊക്കെ ഓർമ്മ വരും. മക്കൾക്കൊക്കെ പുതിയ ബുക്ക് കിട്ടിയപ്പോ ഇങ്ങനെ ആ മണം വന്നപ്പോ ഞാൻ ഓർത്തു നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം. ഇങ്ങനെ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടോ എന്തിലാണ് നമ്മൾ ആലോചിച്ച് തലമുണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വരുത്താന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാം. അതൊരു 5 കാര്യമുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രിപ്പയർ ആവാത്തോണ്ട് എനിക്ക് അത് കിട്ടണില്ല. 5 കാര്യമുണ്ട് കേട്ടോ. ഒന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത്, ഒന്ന് സ്മെല്ല്, ഒന്ന് ടേസ്റ്റ്, പിന്നെ ഒന്ന് ടച്ച്, ദെൻ ഒന്നും കൂടി ഉണ്ട്, ഒന്ന് ടേസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. ലിസണിങ്, അതായത് കേൾക്കല്, 5 സെൻസും വർക്ക് ചെയ്യാൻ, കേൾവി, കാഴ്ച, പിന്നെ ടേസ്റ്റ്, അങ്ങനെ എല്ലാം വർക്ക് ചെയ്യുക. ഒരേ സമയം തന്നെ നിങ്ങൾക്ക് അതൊന്ന് ചെയ്തു നോക്കാൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു നോക്കാം. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദേഷ്യം വരുന്ന മൂഡ് സ്വിങ്സ് ഒക്കെ പറയല്ലോ അല്ലെ. നമ്മളെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മന്ത്ലി പീരിയഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ആ സമയത്ത് ഒരു ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക, ആർക്കും കൊടുക്കാണ്ട് ആ ടൈമില് കഴിക്കാൻ.
അല്ലേ? ആ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഇഷ്ടമുള്ളവരോടാട്ടോ പറയണേ, ഷുഗർ കട്ടൊന്നും ഇല്ലാത്തവരോട്. ഭയങ്കര റിലാക്സ് ആണ്. നല്ല ബ്ലാക്ക് ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്, ഹെൽത്തിയുമാണ് എന്ന് പറയും. അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഒരു ആശ്വാസം കിട്ടും. ഈ സ്ട്രെസ് ഉള്ളവർ എന്ത് ചെയ്യുന്നവർ അമിതമായിട്ട് ദേഷ്യപ്പെടും, അതല്ലെങ്കിൽ കരയും, ഇല്ലേ? ഭയങ്കരമായിട്ട് കരയും. ചെറിയ കാര്യത്തിന് വരെ കരഞ്ഞോണ്ട് ഇങ്ങനെ എന്താ പറയാ, തേങ്ങിക്കൊണ്ടിരിക്കും ചിലവര്. അത്രയും സ്ട്രെസ് ഉള്ളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ അങ്ങനെ കരയണത്. അപ്പം രണ്ട് ചെയ്താലും ചിലര് നമ്മുടെ സൊസൈറ്റി പറയും അവർക്ക് പ്രാന്താണ്, ആ കാര്യത്തിന് അപ്പൊ അവിടെ കിടന്ന് മോങ്ങണേന്നൊക്കെ പറയും. പക്ഷെ ഇവരുടെ ഉള്ളിലുള്ള ആ പെയിന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. അതാണ് ഏറ്റവും വലിയ ഫാൾട്ട്. അപ്പം നമ്മളത് ആ ഒരു സമയം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ എന്താന്ന് വെച്ചാൽ കരയണം. എന്റെയൊക്കെ ഒരു സംഭവം വെച്ചാൽ എത്ര വിഷമം ഉണ്ടെങ്കിലും ഞാൻ ആളുകളെ മുമ്പിൽ കരയില്ലായിരുന്നു. മറ്റുള്ളവരെ മുമ്പിൽ കരയാതെ പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷെ അതല്ല വേണ്ടത്, കരയാണ്. കരച്ചിലും ഒരു തരത്തിലൊരു റിലീഫാണ്. കരഞ്ഞങ്ങോട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞൂലേ. അതിങ്ങനെ ഉള്ളിൽ നെഞ്ചത്ത് കെട്ടി നിന്ന് കഴിഞ്ഞാല് അത് കാലങ്ങളോളം അങ്ങനെ കെട്ടി നിൽക്കും. അപ്പം ഓവർ ആവാതിരിക്കുക. കരച്ചിലിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അതാണ്, ദേഷ്യപ്പെടുന്നതിന് ഒരു പരിധിയുണ്ട്. ദേഷ്യപ്പെടുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിധി കൊടുക്കേണ്ടത്. കരച്ചിലിന് ഒരു കുഴപ്പമില്ല, കരഞ്ഞാലും ചിലപ്പോൾ മറ്റുള്ളവരെ ബാധിക്കണില്ല, അത് നമ്മളെയല്ലേ ബാധിക്കുന്നുള്ളൂ. പക്ഷെ ദേഷ്യപ്പെടുമ്പോ അപ്പുറത്തെ ഒരാളും കൂടെ ഉണ്ട്, ഒരാളോടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് BP കൂടും, നമുക്ക് ക്ഷീണം തോന്നും, നമ്മുടെ എനർജി ഡൗൺ ആവും, നമ്മള് മൊത്തത്തില് എന്താണ് ആ ദിവസം തന്നെ നമ്മൾ പോകും, അല്ലെ? മൊത്തത്തിൽ നമ്മുടെ ദിവസം പോകും. ഇപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് എടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദേഷ്യം വരുമ്പോ പരമാവധി ഇതിൽ ഏതെങ്കിലും ബ്രീത്ത് എക്സസൈസോ അതുപോലെ ഒന്ന് പൊസിഷൻ ചേഞ്ച്, അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഒരു നല്ല കൂളിംഗ് എഫക്റ്റ് ചെയ്യും കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഇരുന്നുകൊണ്ട് കുടിക്കുക. ഇരുന്നുകൊണ്ട് സിപ്പായിട്ട് കുടിക്കുമ്പോൾ ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്ത് ഇനി ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യാ നിങ്ങള് ഒന്ന് മൈൻഡ് ഒന്ന് കൂളാക്കാം. ഓക്കെ, ഹലോ, എവിടെയാണോ? ഇവിടെ. അപ്പൊ ഇത്രയൊക്കെയുള്ള കാര്യങ്ങള്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ഒരു വൈഡ് ടോപ്പിക്, ഒരു 10ഓളം സ്ട്രെസ് ഉണ്ട് കേട്ടോ, പല ടൈപ്പ് സ്ട്രെസ്സുകൾ. അതൊന്നും ഞാൻ അങ്ങോട്ട് ഒന്നും പോയിട്ടില്ല. വളരെ ചുരുങ്ങിയ കുറച്ച് സ്ട്രെസ്സുകളെ കുറിച്ച് പറഞ്ഞു. അതിന് ചിലർ ഫുഡ് കഴിക്കാതിരിക്കും, ചിലർ ഉറക്കമില്ലാതിരിക്കും, ചിലർ ഫുഡ് അധികം കഴിക്കും, അങ്ങനെയൊക്കെ ആളുകളുണ്ടാവും. ഇങ്ങനെ പല ടൈപ്പ്. അതിൽ നമ്മൾ ഏതാന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മളെ സെൽഫ് അവയർനെസ് ആണ് ഫസ്റ്റ് വൺ വേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അവിടെ ഫസ്റ്റ് ഹീലായി. നമ്മൾ എന്തിനാണ് ഇപ്പൊ ദേഷ്യപ്പെട്ടതെന്ന് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫസ്റ്റ് വൺ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് വൺ ആണ് പിന്നെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ വരുന്നത്. ബാക്കി കാര്യങ്ങളാണ്. NLP ഉണ്ട്, EFT ഉണ്ട്, അതുപോലെ ഒരുപാട് ടെക്നിക്സുകൾ നമുക്കിതിൽ ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഒരുപാട് ട്രോമ ആണെങ്കിൽ അതിൽ EFT ആണ് ഞാൻ ബെസ്റ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഒരു ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പല ചെറിയ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ട് മാറ്റാം. കുറച്ചും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ചൈൽഡ്ഹുഡ് മുതലുള്ള ട്രോമയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഹീൽ ചെയ്യാം. ചൈൽഡ്ഹുഡ് ഹീലിംഗ് മെഡിറ്റേഷൻസും ഉണ്ട് കേട്ടോ. ഏതാണോ നമ്മുടെ പ്രോബ്ലം അതിനനുസരിച്ച് നമുക്ക് അതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സച്ചിന. അപ്പോ എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിന് ഇത്രയും നേരത്തെ യൂസ്ഫുൾ ആയോ, എന്തായിരുന്നു, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു, അതല്ല നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണോ, എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു. മാം, ഞാൻ രതി. നല്ല ഒരു അവയർനെസ് ക്ലാസ് തന്നെയായിരുന്നു. ഇന്ന് ഒരുവിധം ആളുകളെല്ലാം ഇങ്ങനെ സ്ട്രെസ്സിലൂടെ ജീവിക്കുന്നവർ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ തന്നെ എൻ്റെ സഹപ്രവർത്തകർ പലരും ഒരു കാര്യം കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. അവരുടെ സീനിയർ എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ പോലും അങ്ങനെ അവർ സ്ട്രെസ് ആവുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് കരയുകയും ചെയ്യും. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ നമ്മുടെ EFTനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവരത് ഇനി നോക്കാമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ കുറേ ആയി ഞാനിതിങ്ങനെ പറയണു. അവര് എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ്.
ജൂനിയേഴ്സിനോട് സംസാരിക്കുന്നതായാലും ആരോടായാലും ഇപ്പൊ വീട്ടിലായാലും മക്കളോടായാലും ഒക്കെ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അവര് ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ട്. അപ്പോ അവര് പറയുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പം നമ്മൾ എന്ത് കാര്യമായാലും അത് കേട്ട് നിൽക്കും. അതായത് നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും പഠിക്കുന്നത് കൊണ്ടുമാണ് അതിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ്. അപ്പോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് തന്നെയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് ഇപ്പൊ ഞാനിങ്ങനെ പ്രയറിനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്റെ ചിന്തകൾ ഇങ്ങനെ ഡൈവേർട്ട് ആയിട്ട് പോവുക. അതെന്താ? അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. അത് നമ്മൾ ഏകദേശം ഒരുവിധം എല്ലാരും പറയണ 3 സെക്കൻഡ്, നമ്മളിപ്പോ ഒരു റീൽസ് കാണുകയാണെങ്കിൽ പോലും 3 സെക്കൻഡ് അതിൽ കാണുന്നുള്ളൂ. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നു, അത് കഴിഞ്ഞ് ഡൈവേർട്ട് ആയി പോകുന്നതാണ്. ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് 3 സെക്കൻഡ് പോലും പലരും ഇപ്പോഴത്തെ കുട്ടികളൊന്നും 3 സെക്കൻഡ് പോലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണില്ല എന്നാണ്. കാരണം നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മെഡിറ്റേഷൻ ഇപ്പൊ പണ്ടത്തെ മുനിമാരൊക്കെ മലയുടെ മുകളില് ഒക്കെ പോയിരുന്ന് ചെയ്യുന്ന പറയല്ല, അവർക്ക് ആ ഏകാഗ്രത കിട്ടാൻ. നമുക്ക് ഒരുപാട് ഇപ്പൊ വണ്ടികളുടെ സൗണ്ട് ഉണ്ടാവാം, മക്കളെ സൗണ്ട് ഉണ്ടാവാം, വല്ല സൗണ്ടിന്റെ ഇടയിലാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണത് അല്ലെ. പക്ഷെ നമുക്ക് കഴിയണം, നമ്മൾ ചെയ്യുന്ന സംഭവത്തിലോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ. നമുക്ക് അത് നമ്മുടെ പവറാണ്, വേറൊരാൾ നമുക്ക് ചെയ്തു തന്നിട്ട് കിട്ടില്ല. ഇപ്പൊ ഞങ്ങളാണെങ്കിലും നിസ്കാരത്തിലൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകും. നമ്മളിങ്ങനെ ഡെയിലി ചെയ്യുന്നോണ്ട് അറിയാണ്ട് ചെയ്തു പോകും. അതല്ലാതെ ഇതിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ മീനിങ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിലോട്ട് ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യാൻ കഴിയണത് അതിൽ അത്രയും നിങ്ങൾ എന്താണോ പറയാ. ഇപ്പൊ പ്രാർത്ഥനയിൽ കിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? അതെ അതെ. അത് അത്രയും സ്ട്രെസ്ഫുൾ ആണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്കൊരു അസുഖം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് അത്രയും ആത്മാർത്ഥതയോടെയാണ് എങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഇൻവോൾവ് ആവും നമ്മള്. പക്ഷെ അതല്ല, വെറുതെ ഒരു ചടങ്ങ് പോലെയാണെങ്കിൽ നമ്മൾ ഡൈവേർട്ട് ആയി പോകും. പരമാവധി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് വരാൻ ശ്രമിക്കുക, ഉള്ളിൽ നിന്നുള്ള ഇത് കൊടുക്കാൻ നോക്കുക. ദൈവത്തിനോടാണെങ്കിലും അത് ഏതൊരു കാര്യത്തിനും. ഇപ്പൊ ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി കറണ്ട് പോയാലും നമ്മുടെ വായിലോട്ട് കൈ പോകൂല്ലേ. അതെന്താ വെച്ചാല് അതങ്ങനെ ആയി. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ വരെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അതായത് എന്താണ് കഴിക്കുന്നത്, അതിന്റെ ടേസ്റ്റ്, അതെന്താ സാധനം, എന്താണ് ഇപ്പൊ കഴിച്ചത്, അങ്ങനെയുള്ള ഓരോന്നിനെ കുറിച്ച് തിങ്ക് ചെയ്ത് ആ ഒരു ഫുൾ ഹാപ്പിനെസ് ആയിട്ട് മൈൻഡ് ഫുള്ള് ഫുഡ് കഴിക്കുന്നതിൽ മാത്രമായിട്ട് ആരെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാവും. ഞാനൊക്കെ ചിലപ്പോ ഫോണിൽ മെസ്സേജ് വരുമ്പോൾ ഫോണിലോട്ട് നോക്കും. ഇപ്പൊക്കെ കുറെ ട്രൈ ചെയ്യും കേട്ടോ. TV കാണാതെ. മുമ്പൊക്കെ ടിവിയുടെ മുമ്പിൽ വന്നിരുന്നായിരുന്നു ഫുഡ്. സ്കൂൾ ടൈമിലൊക്കെ അത് തന്നെയായിരുന്നു. ടിവിയിൽ ഏതെങ്കിലും സിനിമയോ പാട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും ഫുഡ്. അപ്പൊ ചോറിങ്ങനെ മീനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുള്ളൊക്കെ കുത്തുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ അത് ഏതൊരു കാര്യത്തിലും നമ്മള് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയും നമ്മൾ മൾട്ടി ടാലന്റഡ് ആണെന്ന് പറയും ലേഡീസ് അല്ലെ. പക്ഷെ അതത്ര നല്ല കാര്യമല്ല. അപ്പൊ ദോശ ചുടുന്നതിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ചമ്മന്തിക്കുള്ള തേങ്ങ ചിരകുണ്ടാവാം, അതല്ലെങ്കിൽ അത് അരക്കുന്നുണ്ടാവാം. ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്ത് ചിലപ്പോൾ ദോശ അവിടെ കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു ദോശ 2 ദോശ ചിലപ്പോൾ കരിയും. കാരണം എന്താ, അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. പല കാര്യങ്ങളിലും പോയിട്ട് എല്ലാം കൂടെ എളുപ്പത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കടന്ന് ഓടുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ചെയ്ത കാര്യം ചിലപ്പോ യൂസ്ഫുൾ അല്ലാതായി പോകും. അതാണ് പലതിലും നമ്മുടെ മൈൻഡ് അപ്പൊ ആ സമയത്ത് പ്രാർത്ഥനയുടെ സമയത്ത് എങ്ങടാണ് മൈൻഡ് ഡൈവേർട്ട് ആയി പോണേന്ന് കണ്ടെത്തുക. അതെന്താണ് കാരണം, എന്തുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ചിന്തിച്ചതെന്ന് പിന്നീട് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് ഒരു പേപ്പറിലൊക്കെ എഴുതി വെക്കുക. അപ്പൊ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവും. ഇപ്പൊ നിങ്ങക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നിങ്ങക്ക് നാച്ചുറൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് തെറാപ്പി, പല തെറാപ്പികളും ഉണ്ടാവുമല്ലോ. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ, ക്യാഷ് ചെലവില്ലാതെ ചെയ്യാൻ പറ്റണ നാച്ചുറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ എക്സസൈസ് പറഞ്ഞു, പക്ഷെ അങ്ങനെയല്ല. സൺറൈസ്, സൺസെറ്റ്, ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് അല്ലെ. സൂര്യൻ ഉദിച്ചു വരുന്ന ഇപ്പൊ ബീച്ചിലൊക്കെയാണ്, വീടൊക്കെ കാലിക്കറ്റോ ആ ഭാഗത്തോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോവാം രാവിലെ എണീറ്റിട്ട്. എന്തെങ്കിലുമൊക്കെ ഭയങ്കര സ്ട്രെസ്സിലിരിക്കുകയാണ്, ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇതിൽ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ബീച്ചിൽ ഒന്ന് നടക്കാൻ ഇറങ്ങുക. അപ്പൊ സൂര്യ ഉദയം കാണുന്നത് അതൊക്കെ ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് കാണുക. ആ സമയത്തൊന്നും നമ്മുടെ മൈൻഡ് വേറെ ഇങ്ങോട്ട് പോവില്ല. എന്തൊരു ഭംഗിയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കും. അപ്പൊ അതുപോലത്തെ നാച്ചുറൽ തെറാപ്പികൾ ചെയ്യാം. നിറയെ ഗാർഡൻ, ഇപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നിറയെ പൂക്കളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ചട്ടികളിലോ ഇവിടെയൊക്കെ കൊണ്ട് നട്ട് അതിൽ പൂ വിരിയുമ്പോ അതൊക്കെ ഒന്ന് ഇറങ്ങി ആസ്വദിച്ച് കാണാം. ഒരു ഒരു റോസാപ്പൂ അത് വിരിഞ്ഞു അല്ലെ പറയണതിനപ്പുറം എന്തൊരു ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട്, അന്ന് ഗാർഡനിൽ കണ്ട പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ വരുമ്പോ ബട്ടർഫ്ലൈനെ കാണാൻ എന്തൊരു ഭംഗിയാന്നൊക്കെ പറഞ്ഞ് ആസ്വദിക്കുക. എന്തൊരു കാര്യം അങ്ങനെ തന്നെ നമ്മൾ ആസ്വദിക്കുന്നതും വെറുതെ കാണുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട്.
അതാണ് നാച്ചുറൽ തെറാപ്പിയിൽ എക്സസൈസ് വരും. എക്സസൈസ് അല്ല, വാക്കിങ്, മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ നാച്ചുറിനെ നോക്കി വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുശുമ്പ് കുന്നായ്മ പറഞ്ഞ് കുറെ പേര് നടക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ആ രീതിയിലല്ല, നമ്മള് പ്രകൃതിയെ വാച്ച് ചെയ്യാം. കിളികളെ, പക്ഷികളെ, അല്ലെങ്കിൽ മരങ്ങളെയൊക്കെ വാച്ച് ചെയ്യാം. ഒരു മരം പൂത്ത് കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോ ഇങ്ങനെ നോക്കി നിന്നോ ഇല്ലേ നമ്മള്. എന്ത് രസമായിട്ടാണ് അതിങ്ങനെ ഇങ്ങനെ താഴത്തോട്ട് വന്ന് കിടക്കണേ. അപ്പൊ ഞാനിപ്പോ പാലക്കാടാണ് എന്റെ വീട്, ഞാൻ പറഞ്ഞില്ല. അവിടെ തൊട്ട് ചിക്കൻ വാങ്ങാൻ തൊട്ടടുത്തൊരു വീടുണ്ട്. അവിടെ ചിക്കൻ അവിടെ വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇങ്ങനെ ഒരു മരം കണ്ടു. ഞാൻ അവിടെ കുറച്ചു നേരം നോക്കി ഇന്ന് വായം പൊളിച്ച്, കാരണം അത്രയും ഭംഗി അത് കാണാൻ. അതേപോലെ ഇവിടെ പാലക്കാട് പോകുമ്പോ മറ്റേ ആ ചുമന്ന പൂക്കൾ ഉണ്ടാവാം, റോഡ് സൈഡിലൊക്കെ ചുമന്ന പൂക്കൾ കാണാറുണ്ട്. ആ പൂവ് കാണുമ്പോഴും മാങ്ങ ഇനിയിപ്പോ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോ കുറെ ലൈറ്റുകൾ, പല കളർ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടാവും നമ്മുടെ കടകളിലൊക്കെ. അത് കാണാനും മക്കളൊക്കെ ഓ എന്തൊരു ഭംഗിയമ്മ എന്നൊക്കെ പറഞ്ഞ ഒച്ചയിടും. നമുക്കത് കാണുമ്പോൾ അത്ര ഇത് തോന്നില്ലെങ്കിലും നമ്മൾ അവരെ കൂടെ ആയി വാവ് എന്നൊക്കെ പറയും. കാരണം അത് ആസ്വദിക്കുന്നവർക്ക് അതും നല്ല ഭംഗിയാണ്. അപ്പൊ ബീച്ച് വാക്ക്, അതുപോലെ ഗാർഡൻ വിസിറ്റ് ചെയ്യാം, പാർക്കൊക്കെ വിസിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ മോർണിംഗിൽ നടക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. സ്ട്രെസ് ആണ്, ഭയങ്കര സ്ട്രെസ് ആണെന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു അമ്പിളി ഫീഡ്ബാക്ക്. ഇനി ആരാ? സോറി, രതിയാണ് പറഞ്ഞത് അല്ലേ? രതിയാണല്ലോ സംസാരിച്ചവർക്ക്. ഓക്കെ, എന്താണ് മൈൻഡ് അത്രയും സ്ട്രെസ്? പിന്നെ ഇവരോട് ഫ്രീ ക്ലാസ് എങ്കിലും മെഡിറ്റേഷൻ എങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറയാം. ഈ പറഞ്ഞ ആളോട് അവർക്ക് വർക്ക് ലൈഫിലുള്ള സ്ട്രെസ് ആയിരിക്കാം. വർക്കിൽ നിങ്ങളൊക്കെ മാനേജ് ചെയ്യണല്ലോ, അതിന്റെ മോളിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും. നമുക്കുണ്ടാവും. ഇപ്പൊ ടാർജറ്റ് അല്ലെങ്കിൽ ഇത്ര വർക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പ്രഷർ ഉണ്ടാവും. മുമ്പ് ഞാൻ ഒരു ടെലികോളിംഗ് ജോബ് ചെയ്തിരുന്നു, കുറച്ച് മുമ്പാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു 10,000-ന്റെ കോഴ്സാണ്. അപ്പൊ അതിലൊരു 1 ലാഖിന്റെ അടുത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ കോഴ്സ് അഡ്മിഷൻ എടുക്കണം. അപ്പൊ നമുക്ക് അത്രയും നല്ല സാലറി, നല്ല ഇൻസെന്റീവ് ഉണ്ട്, ഇത്ര പെർസെന്റേജ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവരെന്താ, ടാർജറ്റ് കംപ്ലീറ്റ് ആയാലേ നമുക്ക് സാലറി തരുള്ളൂ. അപ്പൊ ആ മന്ത് എൻഡ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇതുവരെ എടുത്ത പണിയൊക്കെ വെറുതെ പോവോ? ഒരു 4-5 അഡ്മിഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 1 ലാഖ് ആവണം നമ്മുടെ അഡ്മിഷൻ, അപ്പൊ എമൗണ്ട്. അപ്പൊ ഇത് കിട്ടിയില്ലെങ്കിൽ ആ ലാസ്റ്റ് ടൈമിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവര് വഴക്കും പറയും. എന്താ അഡ്മിഷൻ എടുക്കാത്ത, ആത്മാർത്ഥമായിട്ടല്ലേ ചെയ്യണേ, അങ്ങനെ അവനാന്റെ കമ്പനി ആയിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മളോട് അവർ ദേഷ്യപ്പെടും. അവർക്ക് അതിന് മുകളിൽ നിന്ന് അല്ലെ അവരിങ്ങനെ പറയാ, എനിക്ക് എല്ലാവർക്കും സാലറി കൊടുക്കണ്ടേ, എനിക്ക് ടീച്ചേഴ്സിനൊക്കെ സാലറി കൊടുക്കണ്ടേ, പിന്നെ ആഡ് റൺ ചെയ്യാൻ സാലറി പൈസ വേണം. അപ്പൊ അവർക്ക് അതാണ് പ്രഷർ. നമുക്ക് എന്താണ്, നമുക്ക് സാലറി കിട്ടില്ലേ എന്നുള്ള പ്രഷർ. പലർക്കും പല ടൈപ്പ് ആയിരിക്കുമല്ലോ. അപ്പൊ അവരുടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ അത് ഹീലായാലുള്ളൂ അവരൊക്കെ ആകും. പൊതുവെ എല്ലാവരും ഇങ്ങനെ ദേഷ്യപ്പെടും അല്ലെ, MD-മാര്. എനിക്ക് തോന്നുന്നു അങ്ങനെ ദേഷ്യപ്പെടാത്തൊരു ചുരുക്കം, കാരണം അവരുടെ പ്രഷർ അത്ര മാത്രം ഉണ്ട്. അതുകൊണ്ടാണ്. രതി മ്യൂട്ടാണ്, സംസാരിക്കുന്നുണ്ട്. ആ മാഡത്തിനെ സംബന്ധിച്ച് അവരുടെ വീട്ടിൽ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നും അവരെ അടിയും വഴക്കും ഒക്കെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജൂനിയറാണ്. അപ്പൊ അവർക്ക് നല്ല എന്താ പറയുക, പൈസക്കുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും പറയും. അവര് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യങ്ങൾ പറയും. അതുപോലെ ടീമൊക്കെ നല്ല രീതിയിൽ വന്നിട്ട് ഇപ്പൊ അതൊക്കെ പല ആളുകളും പല മേഖലകളിലേക്ക് പോയപ്പോൾ അവരുടെ കൂടെ ആളില്ല, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്കിനി വരുമാനം ഞാൻ എങ്ങനെ, അങ്ങനെയൊക്കെയുള്ള ഓവർ തിങ്കിങ്ങും ടെൻഷനും. അപ്പൊ എല്ലാം കൂടി വീട്ടിലത്തെ പ്രഷറൊക്കെ കൂടിയിട്ട് ഇവിടെ ജൂനിയേഴ്സിനോടോ അല്ലെങ്കിൽ സീനിയേഴ്സിനോടൊക്കെ അങ്ങോട്ട് തീർക്കുകയാണ്. സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രഷർ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും മിണ്ടാതിരുന്നുണ്ട്. അതായത് വെച്ചാൽ എനിക്ക് മനസ്സിലാവും അവർക്ക് സ്ട്രെസ്സാണ്. അതുകൊണ്ട് ഞാനൊന്നും അതിനെ കുറിച്ച് സംസാരിക്കില്ല, സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ടീം വർക്കാണ്, ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കാമായി ഒന്ന് കൂളാവണം. പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് പറയണം. ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ എന്നങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും എന്നുള്ളത് പറഞ്ഞു. ഞാൻ അതിന്റെ ക്ലാസ് അങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇതാണ് സാറ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ഇങ്ങനെ എഴുതി വെച്ച പോയിന്റുകളുണ്ടല്ലോ, അതിങ്ങനെ പറയുമ്പോൾ അത് ചെയ്യാനുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇത് സ്ട്രെസ് റിലീസായി നമ്മൾ
ലൈഫ് തന്നെ ബ്യൂട്ടിഫുൾ ആവും, അവരുടെ റിലേഷൻഷിപ്പും ഓക്കെ ആവും, അവരുടെ ജോലി ലൈഫിലെ ഇതും ജീവിതം എല്ലാം ബ്യൂട്ടിഫുൾ ആയിപ്പോ ലൈഫ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആവും. നമ്മുടെ മൈൻഡ് ഒന്ന് കാമായി ഒന്ന് സ്ട്രെസ് ഫ്രീ ആയി കഴിഞ്ഞാൽ അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അവയർനെസ് ഉണ്ട്, ഇവരെന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കും, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ അവരെന്താ എന്നോട് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ എല്ലാരോടും ഇങ്ങനെ, അങ്ങനെയൊക്കെയുള്ള തോട്ടാണ് നമുക്ക് വരുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് ഈ ഒരു ഏരിയയെ കുറിച്ച് അറിയുന്നതും ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതും ഒക്കെ. നമുക്ക് നമ്മുടെ ഫോൺ ഉണ്ടായാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടും, സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ ഷാഫി സാറ് ചെയ്തിരുന്ന ഐസ് ബാത്ത് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഐസില് ബാത്ത് ചെയ്യുന്ന ഒരു വീഡിയോ, അതൊക്കെ ഇതേപോലെ സ്ട്രെസ് ഫ്രീ ആകാൻ ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മുടെ ഈ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അത് കൊണ്ടുവരണം, അവരായിട്ട് കൊളാബ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഇതിൽ ഏത് മെത്തേഡാണ് നമുക്ക് യൂസ്ഫുൾ ആവാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ചിലവരൊക്കെ പറയും ഞാൻ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ കണ്ണടച്ചിരിക്കാൻ പോലും പറ്റില്ല. എന്നോട് കുറെ പേര്, ഞാൻ കഴിഞ്ഞ വർക്ക് ചെയ്തിരുന്ന അവിടുന്ന് കുറെ പേര് പറയാറുണ്ട് എനിക്ക് മെഡിറ്റേഷനിൽ കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും അത്ര പോലും ക്ഷമയില്ലാത്തവരാ. ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് അതൊന്ന് അതിലൊന്ന് ഇൻവോൾവ് ആവാൻ പറ്റണില്ല അവരെ കൊണ്ട്. അപ്പൊ അവർക്ക് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് മെഡിറ്റേഷൻ അല്ല നിങ്ങൾ അത് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ കുറെ പറയും എന്നാ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ചെയ്ത് നോക്ക്, അതാകുമ്പോൾ എപ്പോഴാ കണ്ണുറക്കണം തോന്നിയാൽ തുറക്കാലോ, അങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ പല മെത്തേഡ്സ്, അവർക്ക് പറ്റുന്ന മെത്തേഡ് അവർ കണ്ടെത്തി അതിലെ ഹീലായാൽ മാത്രമേ അവർ ഓക്കെ ആവുള്ളൂ. അല്ലെങ്കിൽ അവർ കാരണം ബാക്കിയുള്ളവരും പെട്ടുപോകും, എല്ലാം മൊത്തത്തിൽ ഇതായിപ്പോകും. അപ്പൊ അതാണ് നമ്മുടെ ഫാമിലി ലൈഫൊക്കെ ബ്യൂട്ടിഫുൾ ആവും നമ്മൾ ഹീലായി കഴിഞ്ഞാൽ. നമ്മൾ നന്നായപ്പോൾ പണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു സ്ത്രീ മാതാവ് നന്നായാലേ ആ കുടുംബം നന്നായി, കുടുംബം നന്നായി സമൂഹം നന്നായി, സമൂഹം നന്നായി രാജ്യം നന്നായി എന്ന് പറയും. ഇതേ സംഭവം തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് പേര് ഇന്നിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു വലിയൊരു രോഗിയായി മാറുകയാണ്. ഒരുപാട് അസുഖങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫീൽ ചെയ്യുക. എന്നിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ പോവുക, അവിടെ ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്ന്. ഭയങ്കര പക്ഷെ ട്രോമയാണ് ആൾക്ക്, ഈ അത്യാവശ്യം നല്ല ഒരു ട്രോമ. സ്ട്രെസ് ഒക്കെ നമുക്ക് രോഗമായിട്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, ഫീൽ ചെയ്യുക. ഇതൊക്കെ മാറും, ഇങ്ങനെ ഗുളിക കഴിക്കേണ്ട പ്രോബ്ലം ആവശ്യം. ചിലവര് അത് വിശ്വസിക്കില്ല. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നീ ഒന്ന് പോയേ അങ്ങനെ എന്നുള്ള രീതിയില് അവർക്ക് അതൊരു ഒട്ടും വിശ്വാസം ഉണ്ടാവില്ല. അത് ചിലവരുടെ സ്വഭാവമാണ് അങ്ങനെ. അവര് ആ വേദനകൾ കൊണ്ട് ഇങ്ങനെ നടക്കും, കൈവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് അത് ഈ സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് പോയി കിടക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിലവരുണ്ടല്ലോ നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മളടുത്ത് മെല്ലെ എണീറ്റ് പോകും, നമ്മളായിട്ടൊന്നും സംസാരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അവർ ഈ ഒരു മൊമെന്റിൽ എൻജോയ് ചെയ്യാൻ അവർക്ക് കഴിയുണ്ടാവില്ല. അവർ ഒറ്റയ്ക്ക് ഇരിക്കുകയെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും ആലോചിക്കുകയൊക്കെ ചെയ്യും, അതല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കും. കുറെ പേര് ഒന്നിച്ച് കൂടുമ്പോൾ നമുക്ക് ഒരാളെയൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും, അവരുടെ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആള് ഭയങ്കര സ്ട്രെസ്സിലാണെന്നുള്ളത്. അപ്പൊ അവരെ മനസ്സിലാക്കി നമുക്ക് അങ്ങോട്ട് ബിഹേവ് ചെയ്യാന്നാണ് ഏറ്റവും നല്ല കാര്യം നമ്മള്. ഓക്കെ, കുറെ പേര് സജ്ജന, അതുപോലെ സിദ്ദീഖ്, അമ്പിളി, അനിത, ബിന്ദു ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഫീഡ്ബാക്ക് വോയിസിൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ്, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, എന്നെ കണക്ട് ചെയ്യാം കേട്ടോ. 1-2 ഗ്രൂപ്പിലൊക്കെ ഞാൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ രഞ്ജിത്തിനോട് ചോദിച്ചാൽ കിട്ടും. അപ്പൊ ഡയറക്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരം അത് ഞാൻ വിട്ടുപോയി. ഒരാളോട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒരു എന്ത് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാൾ. ആ ഒരു തുറന്ന് പറച്ചിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഹീലാവും. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഷെയറിങ് ചെയ്താൽ തന്നെ പകുതി സമാധാനം ഇല്ലേ. അതും വിശ്വസിക്കാൻ പറ്റുന്നവർ വേണം. വിശ്വസിക്കാൻ പറ്റുന്നവരോട് നമുക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ എന്തൊരു പ്രോബ്ലംസും ഷെയർ ചെയ്യാം. അത് പ്രൊഫഷണൽസ് ആണെങ്കിൽ ഇപ്പൊ ഇതുപോലെ മൈൻഡ് ട്രെയിനേഴ്സ്, കോച്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരോടാണെങ്കിൽ അത് കുറച്ചും കൂടെ അവർ സൊല്യൂഷൻസും കൂടെ പറഞ്ഞുതരും. ഇവിടെ സൊല്യൂഷൻ അല്ല കറക്റ്റ് എല്ലാവർക്കും വേണ്ടത്, കേട്ടിരിക്കാൻ ഒരാളാണ് വേണ്ടത്. ഒരു ലിസണറാ വേണ്ടി, ഏഹ് ഒരു ലിസണറാ നമുക്ക് വേണ്ടി അറിയാം. ഗുഡ് ലിസണർ ആവാം. എല്ലാവർക്കും അത് കേൾക്കുന്നു. ഇപ്പൊ ചിലരൊക്കെ പകുതി പറയുമ്പോ തന്നെ, എന്റെ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ, വലിയ ഇഷ്യൂ ഒന്നും എല്ലാവരും അമ്മായിമായിട്ട് ഒരു ചെറിയ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോ എല്ലാവരും അത് പറയാൻ പോകുമ്പോ തന്നെ എന്റെ ഇത്താമാരെന്നെ പറയും ഇതൊക്കെയാണ് അപ്പൊ ഇത്ര വലിയ കാര്യം, ഞങ്ങളൊക്കെ ഇതിനേക്കാൾ എത്രയോ വലുത് അനുഭവിച്ചതാണ് എന്ന് പറയും. അതുകൊണ്ട് കാര്യമുണ്ടോ? എനിക്ക് എന്റെ കാര്യം വലുതല്ലേ. അപ്പൊ ഇത് കേട്ടിരിക്കാനാണ് ആരെങ്കിലും വേണ്ടത്. അപ്പം അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന. അതല്ല ഇല്ല എങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ട്രെയിനറോ കോച്ചോ അങ്ങനെ ആരെങ്കിലും ഒരാളായിട്ട് ഒന്ന് സംസാരിക്കുക. അപ്പൊ തന്നെ നിങ്ങൾ പകുതി ഹീലാവും. ഓക്കെ, ഞാൻ ഗ്യാരണ്ടി.
ഓക്കെ, താങ്ക് യു രതി, താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു മാം, സൂപ്പർ ടോപ്പിക്, അടിപൊളി. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. മാം ഇനി പ്രതീക്ഷിക്കുന്നു. ഓക്കെ.